ഇപ്പൊ ഞാൻ ആദ്യം ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഓർഡറിലായിട്ടുള്ളൊരു സംസാരമല്ല ഇപ്പൊ നടത്തുന്നത്. കാരണം സമയം അതിന് പാകല്ലാത്തതുകൊണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ചെറിയ സൂചനകൾ നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സൂചനകൾ മാത്രമാണ്. റെക്കോർഡ് ചെയ്യുന്ന ആളുകൾക്ക് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഈ നിരീശ്വരവാദികളായ ആളുകൾ, മതനിഷേധികളായ ആളുകൾ, അതുപോലെയുള്ള പരിശുദ്ധ ഇസ്ലാമിനെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെയും പിന്നെ യുക്തി കൊണ്ട് ഗണ്ണിക്കുകയും സാധുക്കളായ ആളുകളുടെ മനസ്സിൽ, കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത ആളുകളുടെ മനസ്സിൽ സംശയങ്ങൾ ജനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ ശരിക്ക് നേരിടേണ്ടതുണ്ടല്ലോ. പെട്ടെന്ന് സാധാരണക്കാരായ ഒരുത്തന്റെ മനസ്സിലേക്ക് ഇത്തരം ശുഭത്തുകൾ കൊടുത്താൽ, സാധാരണക്കാരൻ പോകട്ടെ, അത്യാവശ്യം പഠിച്ചവന്റെ മനസ്സിൽ തന്നെ ഇത്തരം ശുഭത്തുകൾ കൊടുത്താൽ അവൻ ഒരു വേള ശങ്കിച്ചു നിൽക്കുന്ന കാഴ്ച പൊതുവെ കണ്ടുവരികയാണ്. മറുപടിക്ക് നെഞ്ചിരിച്ച് മുന്നോട്ട് വരാൻ പറ്റിയ ആളുകൾ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നത് ഒരു ഫർള് കിഫായി എന്നുള്ള വിഷയത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ പറഞ്ഞത്, ഓരോ ജമ്മും കസറുമാക്കുന്ന മർഹലയിൽ ശുബ്ഹത്തുകളെ റദ്ദ് ചെയ്യാൻ യോഗ്യനായ ഒരാൾ, ജമ്മും കസറാക്കുന്ന മർഹല ദൂരമൊക്കെ അറിയാലോ, അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ ക്ലാസ്സൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകളല്ലേ. ജമ്മും കസറുമാക്കൽ ജായിസായ അതിർത്തി, ഇത്രയും അതിർത്തിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും ശുബ്ഹത്തുകളെ റദ്ദ് ചെയ്യാൻ പറ്റിയ നിലയിൽ ഉണ്ടായിരിക്കൽ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം ബാധ്യതയാണ്. അങ്ങനെ ഇല്ലാതെ വന്നാൽ മുസ്ലിം സമൂഹം മൊത്തം കുറ്റക്കാരാകുമെന്ന് പ്രഗത്ഭരായ ആലിമീങ്ങളെല്ലാം പറഞ്ഞതായി കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലും അതുപോലെ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദിലും അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും സൂചിപ്പിച്ചതായി കാണാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ പണ്ഡിത സമൂഹത്തിൽ നിന്ന് എന്നും ഒരു നിര പണ്ഡിതന്മാർ ഇത്തരം ശുബ്ഹത്തുകളെ റദ്ദ് ചെയ്യാൻ വേണ്ടി പിന്നെ ശക്തമായ ശ്രമങ്ങൾ നടത്തുകയും അതിനുവേണ്ടി അണികളെ സൃഷ്ടിക്കുകയും, എല്ലാവർക്കും സാധിച്ചോളുന്നില്ല, സംശയമില്ല. അതേസമയത്ത് സാധിക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടായിരിക്കണം. ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ശുബ്ഹത്തുകളെ നേരിടാൻ ഉള്ള സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ എന്ന് തുടക്കത്തിൽ ദുആ ചെയ്യുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ അന്ന് സംസാരിച്ചിരുന്നതിന്റെ ബാക്കി കഴിഞ്ഞ തിങ്കളാഴ്ച, അഥവാ ഇക്കഴിഞ്ഞ തിങ്കളല്ല അതിന്റെ മുന്നേ തിങ്കൾ, ഒരു ഖാദിയാനിയുടെ കൂടെ ഒരു സംവാദത്തിന് സംബന്ധിക്കുകയും ആ ഖാദിയാനി ഞങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ അറിയാതെ വഷളാവുകയും ചെയ്യുകയും ശേഷം അദ്ദേഹത്തെക്കാളും വിവരമുള്ളയാൾ എന്ന് പറഞ്ഞ് വേറൊരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. സിറിയക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അറബിയൊക്കെ നല്ല അറിയുന്ന ആളാണ്, അറബി മാഷാണ് എന്നൊക്കെ പറഞ്ഞ ഒരാളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബുധനാഴ്ച ഇന്നലെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഇന്നലെ രാത്രി 8 മണിക്ക് ഷെഡ്യൂൾഡ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിറിയക്കാരനല്ല വന്നത്, പഴയ ആശാനും വേറെ ഒരു 68കാരനായ ഒരു പടുവൃദ്ധനും. ഈ പടുവൃദ്ധൻ നേരത്തെ സൂചിപ്പിച്ച സിറിയക്കാരനേക്കാളും വലിയ ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല. ഈ സിറിയക്കാരനാളും വലിയ ആളാണ് ഇദ്ദേഹം എന്നത് വേറെ വഴിയിലൂടെ ഞങ്ങൾക്ക് വിവരം കിട്ടി. അപ്പൊ ഞങ്ങളെ ഭയപ്പെട്ടതിന്റെ പേരിലാണ് സിറിയക്കാരനെ ഈ സൂട്ടാവൂല എന്ന നിലയ്ക്ക് വേറെ ഒരാളെ ഒന്നും കൂടെ മെച്ചമുള്ള ആളെ പിടിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പിന്നെ വേറൊന്നെന്ന് വെച്ചാല്, ഞങ്ങൾ ഇതൊരു ഒരു പബ്ലിക് പരിപാടിയായിട്ട് ഇത് നടത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു പബ്ലിക്കായിട്ട് എത്രത്തോളം ഈ പരിപാടി ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലും അറിയില്ല. അതുപോലും അറിഞ്ഞാൽ ഇവന്മാരെ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ തന്ത്രപരമായിട്ട് സംഗതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മൊബൈലില്, വീഡിയോ അല്ല ഓഡിയോ, കാരണം അത് ആരും അറിയില്ലല്ലോ.
ആ നിലക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓഡിയോ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒരു വശം ഉണ്ടായേക്കും. നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് വേദിയായിട്ട് കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഇത് ചെയ്യാൻ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രയാസമുണ്ടായി. അല്ലായിരുന്നെങ്കിൽ ഇത് പബ്ലിക്കായിട്ട് തന്നെ മാക്സിമം ആളെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കും, ധാരാളം ആളുകളെ കിട്ടും. പക്ഷെ അതിന് ഇവന്മാര് തയ്യാറാകൂല എന്ന് കരുതിയിട്ടാണ് ആ ഒരു പരിപാടിക്ക് മുതിരാതിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ പബ്ലിക് ആക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ, പബ്ലിക് ആക്കിയാൽ അവരെ കിട്ടുമോ എന്നൊക്കെ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പബ്ലിക് ആക്കി തന്നെ നടത്തും ഇൻഷാ അല്ലാഹ്. ചുരുക്കി പറയട്ടെ, ഇന്നലെ രണ്ടാമത്തെ പുലാൻ വന്നിരുന്ന ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ സിറ്റിംഗിന്റെ അനുഭവം ഞങ്ങൾക്കുണ്ട്. ഒന്നാമത്തെ സിറ്റിംഗ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാത്ത നിലക്കുള്ള സംസാരം, പലതും പല നിലക്കും പറഞ്ഞ് മണിക്കൂറുകൾ എത്രത്തോളം 8 മണി മുതൽ രാത്രി 3 മണി വരെ അന്ന് സംസാരിച്ചു. ആ സംസാരത്തിൽ ചിന്നി ചിതറി ഒരു സ്ഥലത്ത് നിന്ന് ചോദിച്ചാൽ അടുത്ത സ്ഥലത്തേക്ക്, അവിടുന്ന് ചോദിച്ച വേറെ സ്ഥലത്തേക്ക്, അങ്ങനെ സമയം വേസ്റ്റായി. എന്നിരുന്നാലും അദ്ദേഹം ഒരു സഫീഹാണ് എന്നും ഈ വിഷയത്തിൽ ഒരു അഡ്രസ്സും ഇല്ലാത്ത ആളാണെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അത്രത്തോളം ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ സംസാരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, സംസാരം തുടങ്ങുന്നതിന് മുന്നേ, തർക്ക വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നേ ഒരു വ്യവസ്ഥ വേണം. നമ്മൾ സാധാരണ നാട്ടിൽ സംവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോലെ ഒരു വ്യവസ്ഥ വേണം എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങി. എന്താണ് വ്യവസ്ഥ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ പ്രമാണങ്ങൾ എന്ത് എന്ന് വിശദീകരിക്കണം. രണ്ടു കൂട്ടരുടെയും പ്രമാണങ്ങൾ വിശദീകരിക്കണം. അതുപോലെ തർക്ക വിഷയം എന്താണ് എന്നുള്ളത് നിർണ്ണയിക്കണം എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ പ്രമാണം പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രമാണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസുകൾ, അതുപോലെ തന്നെ ഇജ്മാഅ്, അതുപോലെ ഫിഖ്ഹിയായ മസലകൾ വരികയാണെങ്കിൽ ഖിയാസ്. പിന്നെ ഞങ്ങളുടെ പ്രമാണത്തിൽപ്പെട്ടതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബുകളിൽ മുഅ്തമദായി വന്നിട്ടുള്ള ആശയങ്ങൾ. കർമ്മശാസ്ത്രപരമായിട്ട് 4 മദ്ഹബുകളും വിശ്വാസപരമായിട്ടുള്ള 2 മദ്ഹബുകളും, അഥവാ ഈ 6 മദ്ഹബുകളിൽ മുഅ്തമദായി വന്നിട്ടുള്ള എല്ലാ കൗലുകളും ഞങ്ങളുടെ പ്രമാണങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും ഇമാമി എവിടെങ്കിലും പറഞ്ഞ ഞങ്ങളുടെ പ്രമാണമല്ല. എന്തുകൊണ്ട്? അത് നമുക്ക് പിന്നീട് പറയാം, അതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ അവരോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ പ്രമാണങ്ങൾ എന്തൊക്കെയാ? അവരാകെ തലയും പാടില്ലാതെ കണ്ണിൽക്ക് നോക്കുക, എന്താ പ്രമാണം എന്ന് പറയുന്നത്? അല്ല, ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താ പ്രമാണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ ഖുർആനും സ്വഹീഹായ സുന്നത്ത് ഇജ്മാഉ ഖിയാസ് എന്ന് പറഞ്ഞ വിഷയം പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളാണ് എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ഒരു സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങൾ അതിന്റെ ആശയക്കാരാണ്, ഞങ്ങളോട് ഞങ്ങളെ ഇൽസാമ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. തിരിഞ്ഞോ? ആ വിഷയം ഞങ്ങളെ പെരടിയിലിടാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ് ഖുർആനിലെ പ്രമാണാണെന്ന്? ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടുണ്ടെന്നുണ്ടല്ലോ. അല്ല, ഉദാഹരണം പറയാണ്, ഉദാഹരണം പറയാ, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇന്നി മുത്തവഫീക, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നി മുത്തവഫീക, ഈസാ നബിയെ നിങ്ങളെ ഞാൻ മരിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ മരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ഞാൻ മരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ ഉണ്ട് എന്ന് അവർ പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഖുർആൻ നമ്മുടെ പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ. അതുപോലെ നിങ്ങളുടെ പ്രമാണങ്ങൾ എന്ത്? അല്ലാതെ പ്രമാണമില്ലാതെ നമ്മൾ ശബ്ദം ഉണ്ടാകണമെങ്കിൽ 2 കൈയും കൂടി ഇങ്ങനെ ഒരുമിച്ചിട്ട് മുട്ടണ്ടേ, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ പ്രമാണം എന്ത്? നിങ്ങളെ ഇൽസാമ് ചെയ്യിപ്പിക്കണം ഞങ്ങൾക്ക്. അതിന് നിങ്ങൾ ഏറ്റെടുക്കുന്ന രേഖകളും പ്രമാണങ്ങളും എന്തെന്ന് ചോദിച്ചപ്പോ കുറെ ആലോചിച്ചതിന്റെ ശേഷം പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഖുർആൻ തന്നെ, ഞങ്ങൾക്കും ഖുർആൻ തന്നെ പ്രമാണം. ഓക്കെ, ഖുർആൻ തന്നെ പ്രമാണമാണ്, അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ പ്രമാണമുണ്ടോ? രണ്ടാമത്തെ പ്രമാണം ഹദീസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് നമ്മൾ പറയാം. നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രമാണം വല്ലതുണ്ടോ? അത് കുറെ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഹദീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയും പോലുള്ള ഹദീസ് ഞങ്ങൾക്കില്ല. പിന്നെ സുന്ന അമലിയ എന്നാ പറയാ.
സുന്ന അമലിയ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അമലിയ സുന്നത്ത് അതെന്താന്ന് ചോദിച്ചാൽ, അമലിയ സുന്നത്ത് എന്നാണ് റസൂലുള്ള കാട്ടിക്കൊടുത്തത്. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന കോലപ്പ് എങ്ങനെ നമുക്ക് കിട്ടിയത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി തന്നത്. ഇതൊക്കെ വൈരുദ്ധ്യാണ് കേട്ടോ. പക്ഷെ ഓല് പറയാ ഏതെങ്കിലും ആവട്ടെ ഞങ്ങളത് എഴുതി. പിന്നെ വല്ല പ്രമാണമുണ്ടോ? ഇല്ല. പിന്നെ പ്രമാണത്തെ കുറിച്ച് സംസാരമില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംസാരം എന്തായാലും വഴിതെറ്റിപ്പോവാണ്. ഞങ്ങൾ ചോദിച്ചു, ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പ്രമാണല്ലേ? ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പ്രമാണല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ യെസ് പറയാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പൊ പറഞ്ഞു അങ്ങനെ പറ്റൂല, രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് അംഗീകരിക്കുന്ന പ്രമാണങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞു രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് അംഗീകരിക്കുന്ന പ്രമാണമാണെങ്കിൽ സംവാദത്തിന് എന്താ അർത്ഥമുള്ളത്? സംവാദത്തിന് അർത്ഥമില്ലല്ലോ. പിന്നെ നമ്മൾ രണ്ടും ഒന്നായില്ല. പിന്നെ അതേ സമയത്ത് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും പ്രമാണങ്ങളുണ്ട്. ഞങ്ങൾക്ക് പ്രമാണമുണ്ട്, നിങ്ങൾക്കും പ്രമാണമുണ്ട്. ഉദാഹരണം പറയാം, മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും തമ്മിൽ സംസാരം നടത്തുമ്പോ, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ സംവാദം നടത്തുമ്പോ രണ്ടു കൂട്ടരും കൂടെ അംഗീകരിക്കുന്ന പ്രമാണം ഉണ്ടാകും, ശരി. അതേ സമയത്ത് രണ്ടു കൂട്ടർക്കും വേറെ ഉള്ള പ്രമാണം ഉണ്ടാകും. രണ്ടു കൂട്ടരും കൂടെ അംഗീകരിക്കുന്ന പ്രമാണം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മൾ തർക്കം നടക്കുമ്പോ രണ്ടു കൂട്ടരും കൂടെ അംഗീകരിക്കുന്ന പ്രമാണത്തിൽപ്പെട്ട ഒരു പ്രമാണമാണ് എന്ത്? ബുദ്ധി. ശരി, ബുദ്ധി പ്രമാണമാണ്. ആർക്ക്? മുസ്ലിങ്ങൾക്കും പ്രമാണമാണ്, പിന്നെ ക്രൈസ്തവർക്കും പ്രമാണമാണ്. അതേ സമയത്ത് ഖുർആൻ പ്രമാണമല്ലാതെ മുസ്ലിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പ്രമാണമാണ്. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഒരു മുസ്ലിമിനെ ഇൽസാം ചെയ്യിപ്പിക്കാൻ സാധിക്കും ഖുർആൻ വഴിയായിട്ട്, അത് അംഗീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ബൈബിൾ ക്രിസ്ത്യാനിക്ക് പ്രമാണമല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ബൈബിളിലുള്ള വിഷയം ക്രിസ്ത്യാനിയുടെ പെരടിയിൽ വെച്ച് കെട്ടാൻ മുസ്ലിമിന് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിള് ഞങ്ങളെ പ്രമാണമാണ് എന്ന് സംവാദത്തിൽ ക്രിസ്ത്യാനി വ്യവസ്ഥ ചെയ്യണം. പക്ഷെ ഇവരതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ സംസാരം അവിടുന്ന് സ്ട്രേ ആയി, അവിടുന്ന് പിന്നെ വഴി തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ രണ്ടാമത്തെ വലിയ ആളെന്ന് പറഞ്ഞ ആൾ വാച്ചിൽ നോക്കിയിട്ട് പറയാനും തുടങ്ങി, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അർജന്റായിട്ട് സ്ഥലത്തേക്ക് പോവേണ്ടതുണ്ട്, അഥവാ തിരക്കുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നത് അങ്ങനെയല്ല, ഞങ്ങളിപ്പോ നേരം വെളുക്കുന്നവരെ അവിടെ ഇരുന്ന് സംസാരിക്കാൻ വിഷയം ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് വന്നത്. അതിന് തയ്യാറായിട്ട് വന്നതാണ്. അടുത്ത പരിപാടിന്റെ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന നിലക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായിരുന്നാലും പോകുന്നത് വരെ പറയാം, കാരണം ഇവരെത്രയല്ലേ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ വേറെ പല വിഷയങ്ങളിലേക്ക് തെന്നിപ്പോയി. ഏതായാലും തെന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ കിട്ടുന്ന ചാൻസ് ഞങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചോദ്യം തുടങ്ങി. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചോദ്യം കൊടുക്കുന്നത്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകരിൽ വിശ്വസിച്ചിട്ടുണ്ട്, മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചിട്ടുണ്ട്. ഒരു ലോക്കൽ മുസ്ലിം, നമ്മെ പോലെയുള്ള ഒരു സാധാരണ ട്രഡീഷണൽ മുസ്ലിം, അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ് എന്നും കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള 25 നബിമാരും അല്ലാത്ത അറിയപ്പെടാത്ത നബിമാരും അവരെല്ലാവരും പ്രവാചകന്മാരാണ് എന്നും വിശ്വസിക്കുന്ന ഒരു ട്രഡീഷണൽ മുസ്ലിം മറ്റൊരാളെ കുറിച്ചും അവൻ അറിയില്ല. മറ്റൊരു റസൂലുള്ളാഹിന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാതെ ഒരാളെയും അവൻ അറിയില്ല. അവന് ഖാദിയാനിനെ അറിയില്ല, മുസൈലിമത്തുൽ കദ്ദാബിനെ അറിയില്ല, ഒരാളെ അറിയില്ല. ഒരു ഹാരിദിഹിനായ ഒരു മുസ്ലിം, അവനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ചോദ്യമാണ്. ഞങ്ങൾ ജസ്റ്റ് കൊടുത്തൊരു ചോദ്യം. അവനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഒരു സാധാരണ ഈജിപ്തിന്റെ തെരുവിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ, അവന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ് എന്ന് വിശ്വസിക്കുന്നു, മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരിലും വിശ്വസിക്കുന്നു. ശേഷം പല ആൾക്കാരും നബിയാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, പല ആൾക്കാരും മഹദി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, പല ആൾക്കാരും പല തട്ടിപ്പും പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അവരെ കുറിച്ചൊന്നും ഇവൻ അറിയുക തന്നെ ഇല്ല, എന്നിട്ടല്ല വിശ്വസിക്കുന്നു. അവനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ചോദ്യം മനസ്സിലായിണ്ടോ? അവനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അവൻ മുസ്ലിമാണ് എന്നാണോ, അതല്ല കാഫിറാണ് എന്നാണോ? ചോദ്യം കൊടുത്തു ഞങ്ങൾ. അതിന് മറുപടിയില്ല. അപ്പൊ പറയുന്നത് മുജാഹിദീങ്ങൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരാളെ കാഫിറാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അങ്ങനെ പിന്നെ വർത്താനം.
ഒരാളെ പറ്റി കാഫിർ എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. പിന്നെ തിരിച്ചിങ്ങോട്ട് ചോദ്യമാണ്. തിരിച്ചിങ്ങോട്ട് ഒന്നിലധികം ചോദ്യം അവർ ചോദിച്ചു. ഞങ്ങളിത് ചോദിച്ചു. അപ്പൊ എന്താ ചോദിച്ചത്? മൊഹീദ്ദീൻ ഇബ്ൻ അറബിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? മൊഹീദ്ദീൻ ഇബ്ൻ അറബി നമ്മുടെ തസൗഫിന്റെ ലോകത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നതയുണ്ട്. അദ്ദേഹം വലിയാണ്, മഹാനാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. അതല്ല, അദ്ദേഹം പേച്ചു പോയ ആളാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭൂരിഭാഗം ആലിമീങ്ങളും ഇമാമിങ്ങളും പറയുന്നത് മൊഹീദ്ദീൻ ഇബ്ൻ അറബി വലിയ മഹാനായിരുന്നു, വലിയ വിരാറ്റുള്ള മനുഷ്യനായിരുന്നു. ഏതെങ്കിലും ആട്ടെ അവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാലിശമായ ചോദ്യം. മൊഹീദ്ദീൻ ഇബ്ൻ അറബിയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊഹീദ്ദീൻ ഇബ്ൻ അറബി അർക്കാനുൽ ഈമാനിൽപ്പെട്ട കാര്യമല്ല. എന്ന് വെച്ചാൽ മൊഹീദ്ദീൻ ഇബ്ൻ അറബി ഉണ്ട് എന്ന് തന്നെ ഒരാൾ അറിയില്ല നോക്കുക, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഞങ്ങളെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. നിങ്ങളെ ചോദ്യത്തിന് ഞങ്ങളിതാ ഉത്തരം പറയുന്നു. മൊഹീദ്ദീൻ ഇബ്ൻ അറബിയെ കുറിച്ച് വിശ്വസിക്കാത്ത ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നല്ലേ? അതിന്റെ മറുപടി മൊഹീദ്ദീൻ ഇബ്ൻ അറബി ഇസ്ലാം കാര്യത്തിന്റെ റുക്കിനിൽപ്പെട്ടതല്ല. മൊഹീദ്ദീൻ ഇബ്ൻ അറബി എന്ന ഒരാൾ ഉണ്ട് എന്ന് തന്നെ ഒരാൾ അറിഞ്ഞില്ല എന്നതിന്റെ പേരിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. എന്നല്ല, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പോലും പുറത്തു പോകുന്നില്ല. എന്നല്ല, മൊഹീദ്ദീൻ ഇബ്ൻ അറബിയെ അറിയുകയും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് അറിയുകയും അയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തു എന്ന് വെക്കുക. മൊഹീദ്ദീൻ ഇബ്ൻ അറബി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾ വലിയല്ല, അയാൾ ഒരു കള്ള ശൈഖായിരുന്നു എന്ന് തന്നെ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. കണ്ണിൽക്ക് നോക്കുക. അങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താ പറയാനുള്ളത്? ഒരു മറുപടിയില്ല. എന്നല്ല, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പോലും പുറത്തു പോകുന്നില്ല. മുബ്തദി പോലും ആകുന്നില്ല. കാഫിറാകുന്നില്ല എന്ന് മാത്രമല്ല, മുബ്തദി പോലും ആകുന്നില്ല. അതല്ലേ നമ്മളെ പ്രമാണം? എന്തെങ്കിലും സംശയം ഉണ്ടതിൽ? അങ്ങനെ അതിമ്മന്ന് എന്താണെന്നറിയാം, തെറിച്ചു വീണ് രണ്ടാമത് ചോദിക്കാണ് അവരെന്നെ. ഞങ്ങൾ ഫുള്ള് ഫ്രീഡം കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. തൊള്ള തോന്നി ചോദിച്ചോളി എന്നുള്ള ശൈലിയിൽ ഞങ്ങൾ ഇരുന്ന് കൊടുക്കാണ്. അപ്പൊ ചോദിക്ക, എന്നാ പിന്നെ മഹദി ഇമാമിനെ കുറിച്ച് നിങ്ങൾക്കുള്ള വിശ്വാസം എന്ത്? അഥവാ മഹദി ഇമാം വന്നിട്ട് ഒരാൾ അംഗീകരിച്ചില്ല. മഹദി ഇമാം വന്നിട്ട് ഒരാൾ എന്ത് ചെയ്തില്ല? മഹദി ഇമാമിനെ അംഗീകരിച്ചില്ല. നിങ്ങൾക്കറിയില്ല, മഹദി ഇമാം എന്ന് കേട്ടിട്ടില്ലേ? ഇമാം മഹദിയെ ഒരാൾ അംഗീകരിക്കുന്നില്ല. അയാളെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്ത്? നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എന്ത് പറയാനാ? ഇതുവരെ ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതുവരെ ചോദിക്കുന്നത് ഗുലാം മുഹമ്മദ് ഖാദിയാനി മഹദിയാകുന്നു. അപ്പോൾ പിന്നെ ഗുലാം മുഹമ്മദ് ഖാദിയാനിയിൽ വിശ്വസിക്കാത്ത ആളുകൾ മഹദി ഇമാമിൽ വിശ്വസിക്കാത്ത ആളുകളാകുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചോദിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ് ഗുലാം മുഹമ്മദ് ഖാദിയാനി മഹദിയാകുന്നു എന്ന് വ്യംഗ്യമായി നിങ്ങൾ സൂചിപ്പിച്ചത് തന്നെ ശരിയല്ല. അതവിടെ നിൽക്കട്ടെ. നമ്മൾ മൊത്തത്തിൽ മഹദിയുടെ വിഷയം പറയാം. ഇമാം മഹദിയെ ഒരാൾ വിശ്വസിക്കുക എന്നത് അർക്കാനുൽ ഇസ്ലാമിൽ പെട്ടതല്ല. തിരിഞ്ഞോ? ഇമാം മഹദിയെ ഒരാൾ വിശ്വസിക്കുക എന്നത് അർക്കാനുൽ ഇസ്ലാമിൽ പെട്ടതല്ല, ഇസ്ലാം കാര്യത്തിൽ പെട്ടതല്ല. അഥവാ വിശ്വസിച്ചാലേ മോമിനാകൂ, വിശ്വസിച്ചില്ലെങ്കിൽ കാഫിറാകും എന്ന കാറ്റഗറിയിൽ പെട്ടതല്ല. മറിച്ച് ഇമാം മഹദിയെ വിശ്വസിക്കാത്തവർ സുന്നത്ത് ജമാഅത്തിന്റെ ബോർഡറിൽ നിന്ന് പുറത്തു പോകും. കാഫിറാകുന്ന വിഷയം ഇല്ല. ഉദാഹരണത്തിന് നമ്മളെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മഹദി ഇമാമിനെ അംഗീകരിക്കാത്തവരില്ലേ? മൂത്തസിലിയാക്കൾക്ക് എന്ത് മഹദിയ? മൂത്തസിലിയാക്കൾ മുബത്തദീങ്ങളല്ലേ? നമുക്കറിയില്ലേ? മൂത്തസിലിയാക്കൾ കേട്ടിട്ടില്ല നമ്മള്? അശരി ഇമാമിന്റെ കാലത്ത് അതിന്റെ ശേഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ മുസ്ലിം വിഭാഗമാണ് മൂത്തസിലിയാക്കൽ. അവർ മുബത്തദീകളാണ്. അവർക്ക് മഹദി ഇമാമിന് വിശ്വാസമില്ല. അതുകൊണ്ട് അവർ കാഫിറാവോ? അപ്പൊ അതുകൊണ്ട് ഇമാം മഹദിയിൽ വിശ്വസിക്കുക എന്നത് അർക്കാനുൽ ഇസ്ലാമിൽ പെട്ടതല്ല. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽപ്പെട്ടതാണ് മഹദി ഇമാമിൽ വിശ്വസിക്കുക എന്നത്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ മുബത്തദി ആകും. ഇത്ര വിഷയത്തിൽ പറയാനുള്ളൂ. അങ്ങനെ അതിൽ നിന്നും അവർ തെറിച്ചു വീണു. അവർക്കിപ്പോ പറയാനുണ്ടായിരുന്നു
അവർക്ക് പറയാനുണ്ടായിരുന്നത് മഹദി ഇമാമിൽ വിശ്വസിക്കാത്തവരൊക്കെ പിന്നെ കാഫിര്യങ്ങളാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ചോദ്യം ചോദിച്ചത്. അത് ബാത്തിലായി. ഞങ്ങൾ തിരിച്ചു വെച്ചു, ഞങ്ങൾ ചോദ്യം ബാക്കി കിടക്കുന്നു, ഞങ്ങളെ ചോദ്യം ബാക്കി കിടക്കുന്നു. എന്താ ഞങ്ങളെ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളിലും മാത്രം വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? രണ്ടാലൊന്ന് പറയണല്ലോ. അവൻ മുഅ്മിനാണോ കാഫിറാണോ? മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടും കൂടി ആകാൻ പറ്റൂലല്ലോ, ഒന്നുകിൽ മുഅ്മിനാകണം. ഓക്കെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നുബുവത്തും മുമ്പുള്ള അമ്പിയാക്കന്മാരെ നുബുവത്തും മാത്രം അംഗീകരിച്ച ഒരാൾ മുഅ്മിനാണ്. ഓക്കെ, മുഅ്മിനാണ്. പിന്നെ പിന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നുബുവത്ത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ മുമ്പുള്ള ഏതെങ്കിലും അമ്പിയാക്കന്മാരെ നുബുവത്ത് അംഗീകരിച്ചില്ല, കാഫിറാണ്. ഇങ്ങനെയല്ല മറുപടി ഉള്ളൂ. ഈ മറുപടി അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷമുള്ള ഒരാളെ വിശ്വസിക്കാത്തവന്റെ നിലപാട് എന്ത് എന്നുള്ളത് പറയാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത് ഖാദിയാനി പ്രസ്ഥാനത്തിന്റെ എന്താണെന്നറിയോ, ഖാദിയാനി പ്രസ്ഥാനത്തിന്റെ ജീവൻ അതോടുകൂടി ഒടുങ്ങി. കാരണം ഇവരുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷമുള്ള ഒരാളിലുള്ള വിശ്വാസമാണ്. അത് വിശ്വസിക്കാത്തവൻ കാഫിറാകുന്നില്ല, മുസ്ലിമാണ് എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നതോടുകൂടെ തന്നെ പിന്നെ എന്ത് ഖാദിയാനിസം ഉണ്ടോ? പിന്നെ ഖാദിയാനിസം എന്ന സാധനം തന്നെ ഇല്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഏതായാലും സംസാരം വഴിതെറ്റിപ്പോകുന്ന നിലക്ക് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളിപ്പോ ഖാദിയാനി മഹദിയാണ് എന്ന് പറയുന്നത്, എന്താണ് ഖാദിയാനി മഹദിയാണെന്നതിന്റെ തെളിവെന്ന് ചോദിച്ചു. ചുരുക്കി പറയാൻ ഞാൻ ലൈവിന്റെ സമയമായാലും നിങ്ങൾക്ക് മൈക്കിലേക്ക് പിന്നെ റൈസാൻ ചെയ്യാം, മൈക്ക് റിലീസ് ചെയ്യും. ഈ ഖാദിയാനി മഹദിയാണെന്നുള്ളതിന്റെ തെളിവ് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു ഒരുപാട് തെളിവുകളുണ്ട്, ഖാദിയാനി മഹദിയാണ് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. അതിലൊരു തെളിവായിട്ട് പറഞ്ഞത് എന്ത്, ഇമാം ദാറഖുത്നി ഉദ്ധരിച്ച ഒരു ഹദീസിലുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു മഹദിയുടെ അടയാളം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ത്, പരിശുദ്ധ റമദാനിലെ പിന്നെ പരിശുദ്ധ റമദാനിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകും. പരിശുദ്ധ റമദാനിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകും. എപ്പോ? പരിശുദ്ധ റമദാൻ 12, 13, 14 ഈ മൂന്നാലൊരു ദിവസം ചന്ദ്രഗ്രഹണം ഉണ്ടാകും എന്ന് ദാറഖുത്നിയിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ദാറഖുത്നി ഉണ്ടായിരുന്നു. ഈ ഖാദിയാനി പറഞ്ഞു ഖാദിയാനിയുടെ കാലത്ത് ഈ ചന്ദ്രഗ്രഹണം ഉണ്ടായി. ഖാദിയാനിയുടെ കാലത്ത് ഈ ചന്ദ്രഗ്രഹണം ഉണ്ടാവുകയും ഖാദിയാനി തഹദ്ദിയുടെ വെല്ലുവിളിയുടെ ശൈലിയിൽ നാട്ടുകാരോട് പറയുകയും ചെയ്തു, ഞാന് പിന്നെ മഹദിയാന്നുള്ളതിന്റെ തെളിവാണ് ചന്ദ്രഗ്രഹണം ഉണ്ടായത്, ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏത് ഹദീസിൽ? ഇമാം ദാറഖുത്നി സുനൻ ദാറഖുത്നിയിൽ ഉദ്ധരിച്ച ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ദാറഖുത്നി എടുത്തു. ദാറഖുത്നി എടുത്ത് മറച്ചപ്പോ അതിൽ കാണുന്നത് എന്താ? ഹദീസുണ്ട്. പക്ഷേ ഹദീസിന്റെ പരമ്പരയിൽ ഒന്നിലധികം കദ്ദാബീങ്ങളാണ് ഉള്ളത്. ഹദീസിന്റെ പരമ്പരയിൽ ഒന്നിലധികം കദ്ദാബീങ്ങൾ, വല്ലായിങ്ങൾ, ഹദീസ് കച്ചുകെട്ടി പറയുന്ന പെരുങ്കള്ളന്മാരായ ഒന്നിലധികം ആളുകൾ അതിന്റെ സനദിലുണ്ട് എന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഹദീസ്. അഥവാ ആ ഹദീസ് സ്വഹീഹാണോ അല്ല, ലൈഫാണോ, ലൈഫ് പോലുമല്ല, പിന്നെ മൗദൂ ആയ ഹദീസ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസ്, അത് തെളിവിന് പിടിക്കാൻ പറ്റില്ല. മഹദി ഇമാമിന്റെ അടയാളം എന്ന് പറഞ്ഞ് അത് തെളിവിന് പിടിക്കാൻ പറ്റില്ല. മാത്രമല്ല ആ ഹദീസിലുള്ളത് തങ്കസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. നോക്കി, അവരെന്താ പറഞ്ഞത്? ഖാദിയാനി എന്താ പറഞ്ഞത്? റമളാൻ 12, 13, 14 ഈ ഏതോ ഒരു ദിവസത്തിലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടായിട്ടുള്ളത്. ഹദീസിലുള്ളത് എന്താണ്? ശരിക്കും ശ്രദ്ധിക്കിട്ടോ. തങ്കസിഫു, യങ്കസിഫു അല്ല, തങ്കസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. നിങ്ങൾ പറഞ്ഞു എന്താണ് ചങ്ങായിമാരെ നിങ്ങൾ ഈ പറയുന്നത്? അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കേട്ടിരിക്കുന്ന സാധാരണക്കാരന് പോലും തിരിയൂലേ? അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ എന്ന് പറഞ്ഞാൽ റമളാനിലെ എത്രാമത്തെ രാത്രിന്നാ? 12ാമത്തെ രാത്രിന്നാ? അല്ലെ 13ാമത്തെ രാത്രിന്നാണോ? അതല്ല 14ാമത്തെ രാത്രിന്നാണോ? അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ റമളാൻ 1-ന്. റമളാൻ 1-ന് എന്നാണ് ഹദീസിന്റെ. ഇത് മൗദൂ ഹദീസാണ്, അവിടെ നിൽക്കട്ടെ. ഹദീസിന്റെ മൗദൂ ആണ്, അത് മറ്റൊരു വിഷയം. 1ാമത്തെ രാത്രി എന്നല്ലുള്ളത് എന്ന് ചോദിച്ചു.
അതിൽ ഇവർ പറയാ, ഓ അത് നിങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു തങ്ങൾ ഏറ്റവും വലിയ അറബി സാഹിത്യകാരനായിരുന്നു, അത് നിങ്ങൾക്ക് അറിയാതെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നു, അത് നിങ്ങൾക്ക് അറിയാതെ പോയി. ആ സാഹിത്യത്തിന്റെ പ്രയോഗമാണ് ഈ ഹദീസിലുള്ളത്. എന്താണ് സംഗതി? അതെന്താ പറഞ്ഞെന്നറിയോ? സംഗതി എന്താണ്? ഖമറു എന്നാ പറഞ്ഞത്. തൻകസിഫുൽ ഖമറു. ഖമറു എന്ന് അറബിയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ രാത്രിയിലുള്ളതിൽ പറയൂല. ശരി തന്നെയാണല്ലേ. ഒന്നാമത്തെ രാത്രിയിൽ എന്താ പറയാ? ഒന്നാമത്തെ രാത്രിയിലുള്ളതിന് ഹിലാല് എന്നാ പറയാ. അറബിയിൽ അങ്ങനെ തന്നെയാണല്ലേ. ഒന്നാമത്തെ രാത്രിയിൽ വരുന്നതിനും രണ്ടാമത്തെ രാത്രിയിൽ വരുന്നതിനൊക്കെ ഹിലാല് എന്നുള്ള പറയാ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഖമറു എന്ന് പറയാ. പിന്നെയും കഴിഞ്ഞ് പരിപൂർണനാകുമ്പോഴല്ലേ ബദർ എന്ന് പറയാ. ഇതാണല്ലോ അറബി. ശരിയാണല്ലേ? ശരി ശരി ശരി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈരുദ്ധ്യം വന്നതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിത്യം പറഞ്ഞതാ. തൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തി എന്ന് പറഞ്ഞാല് അവ്വലിന് അവിടെ എന്ത് അർത്ഥം വെക്കണം? പിന്നെ 13 14 എന്ന് അർത്ഥം വെക്കണം. ഖമറ് ഖമറായിട്ടാണ് നിൽക്കണം. കാരണം ഒരു സ്ഥലത്ത് വ്യാഖ്യാനിക്കണം, മറ്റേ സ്ഥലത്ത് വ്യാഖ്യാനിക്കരുത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ശരിയാ തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ. പക്ഷെ എനിക്ക് വേറെ സംശയം. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു വശംസു വൽ ഖമറു ബി ഹുസ്ബാൻ. വശംസു വൽ ഖമറു ബി ഹുസ്ബാൻ എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ചന്ദ്രനുമെല്ലാം അതിന്റെ കണക്കനുസരിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സൂര്യഗോളവും ചന്ദ്രഗോളവും അതിന്റെ ഒരു കണക്കുണ്ട്, ആ കണക്കനുസരിച്ചാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അവിടെ ഖുർആൻ പ്രയോഗിച്ചത് സൂര്യൻ എന്നതിന് ശംസ് എന്നും അതിന്റെ ഓപ്പോസിറ്റിൽ നമ്മൾ പറയുന്ന വസ്തുവിന് ചന്ദ്രൻ എന്ന് മലയാളത്തിൽ പറയുന്നതിന് ഖമറ് എന്നും ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്, കുടുങ്ങിയില്ലേ? അപ്പൊ വശംസി വൽക്കമരി എന്ന് പറഞ്ഞാൽ സൂര്യനും പിന്നെ ഈ ഖമറും, നിങ്ങൾ ഈ പറയുന്ന ഖമറ് ഹിലാല് പെടൂലട്ടോ, ബദറും പെടൂല. 14 ബദർ കണക്കനുസരിച്ചല്ല ഓടുന്നത്. അത് പുടുത്തം പുട്ട് ഓടാണ്. ഒന്നാമത്തെ ദിവസത്തെ ഹിലാലും പുടുത്തം പുട്ട് ഓടാണ്. പിന്നെ കണക്കിന് ഓടുന്ന ഖമറ് മാത്രമേ ഉള്ളൂ. ഇതാണ് അപ്പൊ ഖുർആന്റെ സാഹിത്യം. സുബ്ഹാനല്ലാഹ്, കണ്ണിൽക്ക് നോക്കുക. കണ്ണിൽക്ക് നോക്കാണ്. വശംസു വൽ ഖമറു ബി ഹുസ്ബാൻ എന്ന ആയത്ത് ഓതി കൊടുത്തപ്പോ ഓൾക്ക് പറയാൻ സാധിച്ചില്ല ഇവിടെ ഖമർ കൊണ്ട് ഉദ്ദേശം അത് ഖമർ എന്ന് പറഞ്ഞ അറബിയിൽ സാധാരണ പ്രയോഗിക്കുന്ന ഖമറാണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഖമർ കൊണ്ട് ഉദ്ദേശേ സൂര്യന്റെ ഓപ്പോസിറ്റിൽ പറയുന്ന ഖമറ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമ്മൾ മലയാളത്തിൽ ചന്ദ്രൻ എന്ന് പറയും കേട്ടോ. മലയാളത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പൗർണമിയെ കുറിച്ചും പറയും, ചിലപ്പോ ഹിലാലിനെ കുറിച്ചും അമ്പിളിയെ കുറിച്ചും പറയും. അമ്പിളി എന്ന് പറയും നമ്മൾ ഹിലാലിന്. അമ്പിളിയെ കുറിച്ചും നമ്മളെ നാട്ടിൽ ഉമ്മമാര് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് അമ്പിളിമാമ എന്ന് പറയില്ലേ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കല്? അമ്പിളിമാമ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ദിവസത്തെ അമ്പിളി എന്ന് മാത്രം അല്ല, ചന്ദ്രനെ കുറിച്ച് മൊത്തം പറയും. തിരിഞ്ഞോ? അപ്പൊ നിങ്ങളുടെ ദുർവ്യാഖ്യാനം വേണ്ട. ഹദീസ് മൗലൂ ആണ്. ആ മൗലൂ ആയ ഹദീസിനെ തന്നെ ദുർവ്യാഖ്യാനിച്ച് കാര്യം നേടുക. ഞാൻ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ സാഹിത്യകാരനാണെന്ന്. ആ സാഹിത്യകാരനെ സാഹിത്യം പിടിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഖാദിയാനിസം സമർപ്പിക്കുന്നത്. എന്തൊരു സാഹിത്യ കുട്ടികളെ ഈ പറയുന്നത്? തൻകസിഫുൽ ഖമറു എന്ന് പറഞ്ഞ ഒരു പ്രയോഗം അറബിയിലുണ്ടോ? തൻകസിഫു അറബി ഭാഷയിൽ തെറ്റാണത്. സാഹിത്യത്തിന് വിരുദ്ധം എന്ന് മാത്രമല്ല, ആ പ്രയോഗം തന്നെ തെറ്റല്ലേ? ഖമറ് എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്? ഖമറ് എന്ന അറബി പ്രയോഗം, അറബി പദം പുല്ലിംഗമാണ്, ശംസ് സ്ത്രീലിംഗമാണ്. ഇത് ഏത് നീതാൻ ഓടുന്ന കുട്ടിക്കും അറിയില്ലേ? പുല്ലിംഗമാണെങ്കിൽ യൻകസിഫു എന്നാ പറയാ, തൻകസിഫു അല്ല. ഹദീസിൽ വന്നത് തൻകസിഫുൽ ഖമറു. കിതാബ് ഞങ്ങളെ കയ്യിലുണ്ട്. കിതാബ് മറച്ചിട്ട് മൂന്നക്ക് വെച്ചുകൊടുത്ത് നോക്കിയിട്ട് വായിക്ക്. തൻകസിഫുൽ ഖമറു. സുബ്ഹാനല്ലാഹ്, ഇവര് കണ്ണിൽക്ക് നോക്കുകയാണ്. എന്താ പുറത്തെ ഞങ്ങൾക്ക് പറ്റിപ്പോയത്? പക്ഷെ എന്നിട്ടും തെറ്റുപറ്റിയും സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. തൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ എന്ന് പറഞ്ഞ് അതാണ് ഓരോ നുബുവത്തിന്റെ അടിയാധാരം. ഖാദിയാനി നുബുവത്തിന്റെ അടിയാധാരം ഒരു മൗദൂ ആയ ഹദീസ്. ആ ഹദീസിന്റെ പദത്തിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ 100,000 വൈരുദ്ധ്യങ്ങൾ, സനദിലുള്ള വൈരുദ്ധ്യവും സനദിലുള്ള വധവും കദിബും മാറ്റി നിർത്തിയാൽ അതിന്റെ മാനയിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾക്ക് കയ്യും കണക്കില്ലാത്ത നിലക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു.
പക്ഷെ എന്നിട്ടും അത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ അവർ തയ്യാറാകുന്നില്ല. പിന്നെ ചോദിക്കാണ്, പിന്നെ പറയാൻ ഇത് മാത്രമൊന്നുമല്ല ഖാദിയാനിയുടെ തെളിവുകള്. ഖാദിയാനി മഹദിയാണെന്നുള്ളതിന് തെളിവ് ഇത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് തെളിവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വെച്ച് നിങ്ങളിപ്പോ ഒന്നാമത്തെ തെളിവായിട്ടിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതെന്നായിരിക്കും ഏറ്റവും പവർ ഉള്ളത്. അതിന്റെ കോലപ്പം നമ്മൾ കണ്ടില്ലേ. അപ്പൊ ഇനി ബാക്കിയുള്ളതിന്റെ നിങ്ങൾക്ക് കിയാസാക്കാവുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും സന്മനസ്സോടുകൂടി ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഒരു തെളിവും കൂടി പറ, മഹദിന്റെ ഒരു തെളിവും കൂടി, മഹദിയാണെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോ അവര് പറയാണ് മഹദിക്ക് ഈജാസ് ഉണ്ടായിരുന്നു. ഈജാസ് എന്ന് പറഞ്ഞാല് മഹദിക്ക് പിന്നെ ഭാഷയിൽ ഈജാസ് ഉണ്ടായിരുന്നു. നമ്മൾ പരിശുദ്ധ ഖുർആന്റെ ഈജാസ് എന്ന് പറയും പോലെ ഭാഷയിൽ ഈജാസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് ഈ ഭാഷയിൽ ഈജാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ പറയാണ് മഹദി ഒരുപാട് അറബി കിതാബ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്, കേട്ടാൽ നല്ല രസമുള്ള കവിത എഴുതിയിട്ടുണ്ട് അറബിയിൽ കുറെ കിതാബുകളും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ശരിയാണ്, എഴുതിയിട്ടുണ്ട്, കേട്ടാൽ രസമുള്ള കവിത എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏജാസ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏജാസ് എന്താന്ന് ചോദിച്ചു. മറുപടി ഇല്ല. അവർക്ക് അറിയില്ല, അവർക്ക് ഈ വക വിഷയങ്ങളൊന്നും അറിയാത്തൊരു ടീമാണിത്. ഇവരുടെ കൂട്ടത്തിൽ വലിയ ആളുകൾ എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത്. പക്ഷെ ഈ വക പരിപാടിയൊന്നും അവർക്ക് അറിയില്ല. ഞങ്ങൾ ചോദിച്ചാൽ എന്താണ് ഈജാസ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈജാസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ ഈജാസ് ചുരുക്കി പറഞ്ഞുതരാം. ഈജാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്രാട്ടുകളെ വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് അവിടെയുള്ള വലിയ വലിയ ആളുകളെല്ലാം ഒരുമിച്ചുകൂടി സൂക്ക് ഒക്കാമിൽ പോയി വെല്ലുവിളിച്ചു. പല ചന്തകളിലും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെല്ലുവിളിച്ചു. സാഹിത്യകാരന്മാർ ഒരുമിച്ചുകൂടി. അവരൊരുമിച്ച് കൂട്ടുമ്പോ അതിന് മുഹക്കമീങ്ങൾ എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ജഡ്ജേഴ്സ് വന്നു. ഇന്നയാൾ പറഞ്ഞത് സാഹിത്യമാണോ, ഖുർആനിന്റെ മുകളിൽ വരുന്ന സാഹിത്യമാണോ എന്ന് തീരുമാനിക്കാൻ അറബികളിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാര് അറ്റൻഡ് ചെയ്തു. അതിന് ശുഹദാവ് എന്നോ ഷുഹൂദ് എന്നോ പറയും. പരിശുദ്ധ ഖുർആൻ അത് രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്. നിങ്ങളെ ശുഹദാക്കളെ മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കോളി എന്ന് ഖുർആൻ പറഞ്ഞു. അവരെ ശുഹദാക്കന്മാർ അവർ ഒരുമിച്ച് കൂട്ടി, അവരുടെ ഷുഹൂദിനെ അവർ ഒരുമിച്ച് കൂട്ടി. പക്ഷേ ഒരു ഒറ്റ സാക്ഷി പോലും, ആര്? പ്രതിപക്ഷത്തിൽ നിന്നാ പറയുന്നത്, മുസ്ലിം സമൂഹത്തിൽ നിന്നല്ല, പ്രതിയോഗികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും സാക്ഷി നിന്നിട്ടില്ല. ഈ ഖുർആനിനെ കവച്ചു വെക്കുന്ന ഒരു സാഹിത്യം ഇംറുൽ ഖൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹിത്യകാരന്മാർ അറബ് ലോകത്ത് സാഹിത്യ സമ്രാട്ടുകളായി അറിയപ്പെട്ടിരുന്ന ഒരാൾ പോലും പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യത്തിന്റെ മുകളിൽ വരുന്നതാണ് ഇയാളുടെ സാഹിത്യമെന്ന് ഒരു സാക്ഷി പോലും സാക്ഷി നിന്നിട്ടില്ല. എന്താ കാര്യങ്ങള്? അറബികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അറബികൾ കള്ളത്തരം പറയൂല. അറബികൾക്ക് കള്ളത്തരം പറയാൻ പേടിയാ. അങ്ങനെ കേട്ടില്ല അബൂ സുഫിയാന്റെ ചരിത്രം? അബൂ സുഫിയാൻ ഹിറക്കിൽ ചക്രവർത്തിയുടെ അടുക്കൽ പോയിട്ട് നടന്ന സംവാദത്തിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനത് അതിലേക്ക് അപ്പൊ കടക്കുന്നില്ല. അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി. കാഫിറായിരുന്ന കാലത്ത് ഹിറക്കിൽ ചക്രവർത്തിയുടെ ചോദ്യത്തിന് മുമ്പിൽ കളവ് പറയാൻ സാധിച്ചില്ല അബൂ സുഫിയാന്. കാരണം അബൂ സുഫിയാൻ പറയാ, കളവ് പറഞ്ഞ എന്റെ സമൂഹം എന്നെ കുറിച്ച് കദ്ദാബ് എന്ന് പറയും, കളവ് പറഞ്ഞ ആള് എന്ന് പറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ സത്യം മാത്രം പറഞ്ഞു, ഒരു കളവ് പറയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യത്തിന്റെ മേലെ വരുന്ന സാഹിത്യമാണ് ഇംറുൽ ഖൈസിന്റെ സാഹിത്യമെന്ന് ആ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു മുഹക്കം, ഏതെങ്കിലും ഒരു ജഡ്ജ്, ഏതെങ്കിലും ഒരു വിധികർത്താവ് വിധി എഴുതിയാൽ അവൻ സമൂഹത്തിന് വഷളാവും. അവനെക്കുറിച്ച് സമൂഹം പറയും ഇവന് സാഹിത്യ രുചി ഇല്ല എന്ന് പറയും. ഈ വിധി എഴുതിയത് തെറ്റായ വിധി എഴുത്താനെന്ന് പറയും. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് തന്നെ അവരാരും പറഞ്ഞില്ല ഖുർആനിന്റെ മുകളിലുള്ള ഒരു സാഹിത്യം ഇവിടെ ഉണ്ട് എന്ന് അവരാരും പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ ഇംറുൽ ഖൈസിന്റേത് ഖുർആനിനെ കടപിടിക്കുന്ന സാഹിത്യം അല്ല, അഥവാ ഇംറുൽ ഖൈസിന്റെ സംസാരം മോജിസ് അല്ല.
ഇമ്രുൽ ഖൈസിന്റെ സംസാരത്തിന് ഈജാസ് ഇല്ല. ഖുർആന്റെ സംസാരത്തിന് ഈജാസ് ഉണ്ടല്ലോ, ഉണ്ട്. ആ കാലഘട്ടത്തിലെ അറബികളിൽ ഒരാളുടെ സംസാരത്തിനും ഈജാസ് ഇല്ല എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ സംസാരത്തിന്, ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങളിൽ എഴുതിയ അറബി എഴുത്തിന്, ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ കവിതകൾക്ക് ഇമ്രുൽ ഖൈസിന്റെ കവിതയുടെ നിലവാരമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഉണ്ടെന്നില്ല. ഇമ്രുൽ ഖൈസിന്റെ സംസാരത്തിനോട് പോയിട്ട് ഈ നജീബ് മഹ്ഫൂദിന്റെ സാഹിത്യത്തിനോട് കിടപിടിക്കോ? ത്വാഹ ഹുസൈന്റെ സാഹിത്യത്തിനോട് കിടപിടിക്കോ? അബ്ബാസുൽ അക്കാദിന്റെ സാഹിത്യത്തിന്? ഇതൊക്കെ ഈ 20-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ആധുനിക സാഹിത്യകാരന്മാരാ. നജീബ് കൈലാനിയുടെ സാഹിത്യത്തിനോട് കിടപിടിക്കുമോ? ഖലീൽ ജിബ്രാന്റെ സാഹിത്യത്തിനോട് കിടപിടിക്കുമോ? പിടിക്കില്ല. പിടിക്കും എന്ന് പറഞ്ഞാൽ ഇവർ വശമായി, കാരണം ഇവർ മിസ്രികളല്ല, ഇവർക്ക് അറിയില്ലേ. നജീബ് മഹ്ഫൂദ് നോബൽ സമ്മാനം നേടിയ ആളാ. സാക്ഷാൻ നജീബ് മഹ്ഫൂദിന്റെ അറബി സാഹിത്യത്തോട് ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ സാഹിത്യം കിടപിടിക്കുമോ എന്ന് ചോദിച്ചിട്ട് അതിന് പോലും യെസ് എന്ന് പറയാൻ സാധിച്ചില്ല. എന്നിട്ടല്ല ഇമ്രുൽ ഖൈസിന്റെ സാഹിത്യം, എന്നിട്ടല്ല ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു സാഹിത്യം ഇല്ല, കിടപിടിക്കൂല. അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞ ഈജാസ്? പിന്നെ ഈജാസിന് രണ്ടാമതൊരു അർത്ഥമല്ലോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ എന്താ? ഇന്ത്യക്കാരനായ നോൺ അറബിക് ആയ ഇന്ത്യക്കാരനായ ഒരു പച്ച മനുഷ്യൻ അറബിയിൽ സംസാരിച്ചു. അത് ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ഇന്ത്യക്കാരനായ ഒരു അണ്ണൻ, നമ്മളെ ഭാഷ പറഞ്ഞാല് ഒരു അണ്ണൻ അറബിയിൽ സംസാരിച്ചു. അത് നിങ്ങൾ പറയുന്ന സാഹിത്യം. എന്നാ ഒരു കാര്യം കേൾക്കണോ? നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുണ്ട്, ഉടമാടി അറബി സംസാരിക്കുന്നവർ. കഴിഞ്ഞ കാല ചരിത്രത്തിലേക്ക് അങ്ങ് പരിശോധിച്ച് നോക്കിയാൽ ധാരാളം ആളുകൾ അറബി സംസാരിച്ചിട്ടുണ്ട്, അറബികളല്ലാത്ത. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അറബി അല്ലായിരുന്നു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അറബി അല്ലായിരുന്നു, ഇമാം റാസി റളിയല്ലാഹു അൻഹു അറബി അല്ലായിരുന്നു, ഇമാമുൽ ഹറമൈനി അറബി അല്ലായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ട് 10,000-കണക്കിന് ഇമാമികളുടെ ലോകത്തെ പിടിച്ചു കുലുക്കിയ ആളുകൾ, അവരാരും അറബികളായിരുന്നില്ല. അവര് നിരവധി വാള്യങ്ങളുള്ള 10, 20, 30, 40, 50 വാള്യങ്ങളുള്ള തടിച്ച അറബി ഗ്രന്ഥങ്ങൾ പദ്യഗദ്യമായി രചിച്ചത് ഇന്ന് ധാരാളമായി അച്ചടിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും അറബികൾ അത് വായിച്ച് ഉപകാരമെടുക്കുകയും ചെയ്യുന്നു. ഇമാമുൽ ഹറമൈനിക്ക് ഈജാസ് ഉണ്ടായിരുന്നോ? ഗസാലി ഇമാമിന് ഈജാസ് ഉണ്ടായിരുന്നോ? അതോടുകൂടി എന്താ പറയാന്ന് വെച്ചാല് പാതാളത്തിലേക്ക് ചവിട്ടി അങ്ങോട്ട് താഴ്ത്താണ് അവരെ. പക്ഷെ എന്നിട്ടും സത്യം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല, എന്നിട്ട് സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങൾ ഉരുണ്ട് മറിഞ്ഞിട്ട് പിന്നെയും അതിൽ പിടിച്ചു നിന്നാൽ പോരാ, ഞങ്ങളെ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ കഴിയണം. നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിങ്ങളുടെ എങ്കിൽ പിന്നെ ഇതിന് ആൻസർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളെ ചോദ്യത്തിന് ആൻസർ ഉണ്ടാകും. ഞങ്ങളെ ചോദ്യത്തിനൊക്കെ മറുപടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് പറയാൻ ആള് വരും. പിന്നെ അങ്ങോട്ടേക്കായി നിങ്ങളുടെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ഉണ്ട്. ഞങ്ങളടുക്കൽ ഇപ്പൊ അത് റെഡിയില്ല എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പൊ എന്നാ പിന്നെ ആ മറുപടി എവിടെയാണ്? ആ മറുപടി ഇൻഷാ അല്ലാഹ് ഞങ്ങളെ വലിയ മുത്തവ്വയുണ്ട് എന്ന് പറഞ്ഞു. വലിയ മുത്തവ്വ, ഈജിപ്തിലെ ഏറ്റവും വലിയ ഖാദിയാനി. അവന്റെ പേര് ഞാനിപ്പോ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല. ഈജിപ്തിലെ ഏറ്റവും വലിയ ഖാദിയാനി, ഈജിപ്തിലെ ഖാദിയാനി ടെലിവിഷനിലെ അതിന്റെ ഏറ്റവും വലിയ മുത്തവ്വയെ കൊണ്ടുവരാം എന്ന ഒരു വാക്ക് തന്നിട്ടുണ്ട്. ആരെ മുമ്പിൽ? ഞങ്ങളുടെ 3 ആളെ മുമ്പിൽ. അതിന്റെ ഡേറ്റും ഇൻഷാ അല്ലാഹ് പിന്നെ ടെലിഫോണിലൂടെ ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുവരും. ഡേറ്റ് അറിയിക്കും. അന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൂടിയിരിക്കും. അന്നത്തോടു കൂടി ഏകദേശം അറിയാം. അപ്പൊ ഞങ്ങളിപ്പോ ഇതെങ്ങനെ പബ്ലിക്കിൽ എങ്ങനെ ഇത് പൊതുജനവും കൂടി ഇത് അറിയുന്ന കോലത്തിൽ, ഈജിപ്തിലെ പൊതുജനങ്ങളും കൂടി ഇത് അറിയുന്ന നിലക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും ചിന്തിക്കാണ്. കാരണം ഇതിപ്പോ ഞങ്ങളൊരു അടച്ചിട്ട് റൂമിൽ ഇങ്ങനെ സംസാരിച്ചാല് പബ്ലിക്കിൽ അറിയില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ വീഡിയോയും പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനാദ്യം എന്ത് വേണം? അവരെ സമ്മതം വേണം. അല്ലാതെ ഇരുന്ന അവര് ചാടിപ്പോ. അവർ ഈ വക പരിപാടിക്കൊന്നും ഞങ്ങളില്ല. കേരളത്തിലെ മുജാഹിദീങ്ങൾ പറയും പോലെ പണ്ടൊക്കെ കൊട്ടപ്പുറം സംവാദം പോലെ സംവാദമൊക്കെ പിന്നെ പറമ്പിലും പാടത്തും മൈതാനിയിലായിരുന്നു നടന്നിരുന്നത്. അത് തോറ്റ് പാളീസായിട്ട് പിന്നെ വഹാബിസുള്ള ചോറും ചക്കയിൽ ഒട്ടിപ്പോയപ്പോ ഓര് പറഞ്ഞ പരിപാടിയാണല്ലോ എന്ത്, നമ്മളിനി കുറച്ച് ആൾക്കാർ മതി, റൂമിൽ വാതിലിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നിട്ട് മതി, എന്നിട്ട് പിന്നെ CD ഇറക്കുമ്പോൾ വെട്ടാനും മുറിക്കാനും ഒക്കെ സൗകര്യം ഉണ്ടാവുമല്ലോ. ഈ ഒരു തന്ത്രം പിന്നെ തോറ്റ് പാളീസാകുന്ന ആളുകളൊക്കെ എടുക്കുന്ന. അതേ സമയത്ത് ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പേടി തന്നെ ഇല്ല, ഒരു പേടിയില്ല. എവിടെയും എപ്പോഴും എങ്ങനെയും സംവാദം നടത്താൻ തയ്യാറുള്ള ആളുകളാണ് നമ്മൾ.
അപ്പൊ അതിന് അവരെ കിട്ടുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ചാനലിലൂടെ ഞങ്ങൾ നീങ്ങും. അതല്ലെങ്കിൽ പിന്നെയും ഈ അടച്ച വാതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് സംവാദം നടത്തുക, ഞങ്ങൾ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് മൊബൈലിൽ ഓഡിയോ പിടിപ്പിക്കുക, അത്രയപ്പോ ഇതിന് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ ചുരുക്കുകയാണ് ഇവിടെ. കാരണം ഇത് പിന്നെ ഒരു ലൈവ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടെ ആയതുകൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നത് ഉചിതമല്ല. പിന്നെ ഈ പറഞ്ഞ വിഷയമായിട്ട് ചോദിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്തിന്റെ പരിമിതിയിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുമായിട്ട് പറയാനുണ്ട്. അത് വേണമെങ്കിൽ ഞാനിപ്പോ തന്നെ സൂചിപ്പിക്കാം. അത് പ്രത്യേകിച്ച് പിന്നെ കിതാബുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന അഹ്ലുൽ ഇൽമിന് ഉപകാരപ്പെടുന്ന വിഷയമാണ്. പിന്നെ എത്ര സമയം ഏകദേശം ബാക്കിയുണ്ട്? ഒരു 10 മിനിറ്റെങ്കിലും ബാക്കി ഉണ്ടാവൂലേ അടുത്ത ലൈവ് വരുന്നതിന്റെ മുന്നേ? ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതെന്താണെന്നറിയാം നിങ്ങൾ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ, അതായത് നമ്മുടെ ഇമാമിയങ്ങളുടെ കിതാബുകളിൽ നിന്ന് നമ്മുടെ ഈ ക്ലാസ് റൂമിൽ മുത്താലിമീങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. പറ്റുമെങ്കിൽ റെക്കോർഡാക്കാനും. പിന്നെ ഞാനിപ്പോ ഇവിടെ കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു തയ്യാറെടുപ്പിലല്ല വന്നത്. ഞാൻ വായിക്കും ഇൻഷാ അല്ലാഹ്. അത് റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഇമാമിയങ്ങളുടെ കിതാബുകളുടെ ഉള്ളിൽ നിന്ന് അവർക്ക് അനുകൂലമായത് അടർത്തിയെടുത്തിട്ട് ജനങ്ങളെ വസ്വാസാക്കുക എന്നൊരു പരിപാടി വഹാബികൾ ചെയ്യുന്ന പരിപാടി തന്നെ. ഇബ്നു അറബി തങ്ങളെ കുറിച്ച്, മഹാനായ ഇബ്നു അറബി, അവരെ കുറിച്ച് അവർ നബിയാണെന്ന് പറഞ്ഞിരുന്നു, കാദിയാനി ഭാവിയിൽ വരുന്ന നബിയാന്ന് പറഞ്ഞിരുന്നു വരെ ആര് ഈ കാദിയാനികൾ പറയണേ. ഞങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി മഹാനായ ഇബ്നു അറബി തങ്ങളുടെ തഫ്സീർ, അവിടുത്തെ അൽ ഫുതൂഹാത്തുൽ മക്കിയ എന്ന ഇബ്നു അറബി തങ്ങളുടെ തഫ്സീർ, ആ തഫ്സീർ എടുത്തു. ആ തഫ്സീറിൽ ഇബ്നു അറബി തങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ഇബാറത്ത് വായിച്ചുതരാം. ഇബ്നു അറബി തങ്ങള് പറയാ, പിന്നെ ഒരു കോണ്ടാക്സ്റ്റിൽ ഇബ്നു അറബി തങ്ങള് ഒരു സ്വലാത്തിനെ കുറിച്ച് പറയാം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയ്യാത്തിൽ ഓന്നൊരു സ്വലാത്ത് ഉണ്ടല്ലോ, പിന്നെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുലില്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെന്താ നമ്മൾ പറയാ? പിന്നെ നമ്മൾ വബറകാതുഹു എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ പറയാ? അസ്സലാമു അലൈന എന്നാണോ വസ്സലാമു അലൈന എന്നാണോ? വാവ് കൊടുത്തിട്ടാണോ വാവ് കൊടുക്കാതെയാണോ? വാവ്. അതാ അബു ഫൈൽ ഉസ്താദ് ഉണ്ട്. കുറച്ച് കിതാബും മറ്റുമൊക്കെ തിരിയുന്ന ആളുകള് ഇത് കേട്ടാൽ വളരെ ഉപകാരപ്പെടും. ഒരുപാട് ശുബ്ഹത്തുകളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകും. ഇബ്നു അറബി തങ്ങൾ ഈ വിഷയം എടുത്തിട്ടിട്ട് അൽ ഫുതൂഹാത്തുൽ മക്കിയ എന്ന തന്റെ വിശ്വവിഖ്യാതമായ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയാണ്, ഈ അത്തഹിയ്യാത്തിന്റെ സീഹയെ, ഈ അത്തഹിയ്യാത്തിന്റെ സെന്റൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മൾ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുലില്ല അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈന, അല്ലേ? അങ്ങനെയല്ലേ പറയാ? സത്യത്തിൽ അവിടെ എങ്ങനെയാ പറയേണ്ടത്? അറബി ഭാഷാ ക്രമം അനുസരിച്ച് എങ്ങനെയാ പറയേണ്ടത്? നിങ്ങൾ പറയും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അറബി ഭാഷയുടെ ക്രമം അനുസരിച്ച് വസ്സലാമു എന്നാ പറയേണ്ടത്, വാവ് കൊടുത്തിട്ട്. കാരണം ഒരു സെന്റൻസിന്റെ പിറകെ മറ്റൊരു സെന്റൻസ് വരുമ്പോൾ അവിടെ വാവ് കൊടുക്കുക എന്നതാണ് അവിടുത്തെ അസ്ല്. ആ അസ്ലിന് വിപരീതം ആകൽ ചില കാരണങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, നിങ്ങൾ നോക്കി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അവിടെ വാവ് കൊടുത്തിട്ടില്ല. വാവ് കൊടുക്കേണ്ട സ്ഥലമാണ്, വാവ് കൊടുത്തിട്ടില്ല. അല്ലാഹു അഹദ് അല്ലാഹു സമദ് പറയുന്നതിന് പകരം അല്ലാഹു സമദ്. അവിടെ സാഹിത്യകാരന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വാവ് കൊടുത്തില്ല. ഞാൻ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. ഇവിടെ ഇമാം ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഫുതൂഹാത്തുൽ മക്കിയയിൽ രേഖപ്പെടുത്തിയ പിന്നെ ഈ ഉദ്ധരണി എന്തുകൊണ്ട് വാവ് കൊടുക്കാതെ പറഞ്ഞു, ആ ഉദ്ധരണി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ് വാവ് കൊടുക്കാതെ പറഞ്ഞത്? വ ഇന്നമാ ലം യാതിഫ്, നിങ്ങൾ കാണുന്നില്ലേ? വ ഇന്നമാ ലം യാതിഫിൽ മുസല്ലി അസ്സലാമല്ലദി സല്ലമ ബിഹി അലാ നഫ്സിഹി. പിന്നെ സ്വന്തം ശരീരത്തിന്റെ മേലും നിസ്കരിക്കുന്നയാൾ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈന എന്നുള്ള സലാം, ആ സലാമിനെ നിസ്കരിക്കുന്നവൻ അത്ഫു ചെയ്തില്ല ബിൽ വാവി, വാവ് കൊണ്ട് അത്ഫു ചെയ്തില്ല. എന്തിന്റെ മേൽ അത്ഫു ചെയ്തില്ല? അല സലാമില്ലദി സല്ലമ ബിഹി അലാ നബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മേലിൽ ചൊല്ലിയ സലാമിന്റെ മേൽ അത്ഫു ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്. പിന്നെ ഐ ലം യകുൽ, അത്ഫു ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഐ ലം യകുൽ വസ്സലാമു അലൈന, വസ്സലാമു അലൈന എന്ന് പറഞ്ഞില്ല. വാല ഇബാദ് പറഞ്ഞില്ല. ബാബ കൗലി അലൈഹി സ്വലാം എന്തുകൊണ്ട്? ലി അന്നഹു, ഇവിടുന്നാണ് വിഷയം. ലി അന്നഹു, നിങ്ങൾ കാണുന്നില്ലേ? ലി അന്നഹു ലൗ അതഫ
ലൗ ആതഫഹു അലൈഹി, അങ്ങനെ ആതിഫ് ചെയ്ത് പറയുകയാണെങ്കിൽ, എന്നിട്ട് വഖാല വസ്സലാമു അലൈന എന്ന് പറയുകയാണെങ്കിൽ, മിൻ ജിഹത്തി നുബുവത്തി, നുബുവത്തിന്റെ ജിഹത്തിലൂടെ അസ്സലാമു അലൈക വസ്സലാമു അലൈന, അങ്ങനെ ആതിഫ് കൊടുത്ത് അവിടെ പറയുകയാണെങ്കിൽ അവിടെ നുബുവത്തിന്റെ വിഷയത്തിൽ ഇസ്തിറാക്ക് ഉണ്ടോ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അവിടെ എങ്ങനെ നമ്മൾ റസൂലുള്ളാഹിക്ക് എങ്ങനെ സലാം പറഞ്ഞു? അസ്സലാമു അലൈക എന്ന് മാത്രമല്ല പറയുന്നത്, പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായിട്ടുള്ളവരെ നിങ്ങൾക്ക് സലാം എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ നബിയായിട്ടുള്ളവരെ എന്നൊരു ധ്വനി എവിടെയുണ്ട്? വസ്സലാമു അലൈന, ഞങ്ങളുടെ മേലുണ്ടാവട്ടെ. അപ്പൊ ആതൂഫ് ചെയ്ത് കഴിഞ്ഞാൽ മാതൂഫുൻ അലൈഹിയിലുള്ള ഹുക്കുമുകൾ മാതൂഫിലേക്ക് കടന്നു വരിക എന്നുള്ള ഒരു നിയമമാണ്. മാതൂഫ് അലൈഹിയുടെ പല ഹുക്കുമുകളും മാതൂഫിലേക്ക് സറയാനാവുക എന്നത് അറബി ഭാഷയിലെ ഒരു നിയമമാണ്. അപ്പോ നബിയായിട്ടുള്ളവരെ എന്ന് മാതൂഫ് അലൈഹിയിലുണ്ട് അല്ലേ? നബിയായിട്ടുള്ളവരെ എന്ന് മാതൂഫ് അലൈഹിയിലുണ്ട്. അപ്പൊ അസ്സലാമു അലൈന എന്ന് പറയുമ്പോൾ നമ്മളും അങ്ങനെ ഒരു നബിയാകാൻ ഒരു വകുപ്പ് അവിടെ വരും. നമ്മളെ കൂട്ടത്തിലും നബിമാര് വരാനുള്ള ഒരു ഇംകാൻ, ഒരു ചെറിയ സാധ്യത അവിടെ വരും. ആ സാധ്യതയെ പരിപൂർണമായി മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടിയാണ് അത്ഫിന്റെ അർഫ് അവിടെ നിന്നും പിന്നെ നീക്കം ചെയ്തത്. അത്ഫിന്റെ അർഫ് പറയാതിരുന്നത്. എന്നിട്ട് പറയാ വഹുവ ബാബുൻ ഖദ് സദ്ദഹുല്ലാഹ്. അരെ നിങ്ങൾ വഹുവ ബാബുൻ ഖദ് സദ്ദഹുല്ലാഹു കമാ സദ്ദ ബാബർ റിസാലത്തി അൻ കുല്ലി മഖ്ലൂഖിൻ. ഇതാരാ പറയുന്നത്? ഇബ്നു അറബി ഇത് പറയുന്നത്. നുബുവത്തിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു പോയ വാതിലാണ്. നുബുവത്തിന്റെ കവാടം കൊട്ടിയടക്കപ്പെട്ടു പോയ കവാടമാണ്. ഒരു മഖ്ലൂഖിനും ഇനി അതിലേക്ക് എത്തി നോക്കാൻ വകുപ്പില്ല. ഇത് പറയുന്ന ഇബ്നു അറബിനെ കുറിച്ച് ഇത് എവിടെ പറയുന്നത്? ഇബ്നു അറബി തങ്ങൾ തന്റെ ഫുതുഹാത്തുൽ മക്കിയയിൽ ഇത് പറയുന്ന ഇബ്നു അറബിനെ കുറിച്ചാണ് ഖാദിയാനികൾ ഉദ്ധരിക്കുന്നത്. ഇബ്നു അറബി തങ്ങൾക്ക് ഇങ്ങനെ വാദമുണ്ടായിരുന്നു. മാദല്ലാ, നിങ്ങൾ നോക്കി, ഇത് തട്ടിപ്പ്. ഇനി വേറൊരു തട്ടിപ്പ് പറഞ്ഞുതരാം. വേറൊരു തട്ടിപ്പിൽ നമ്മുടെ ഉത്തരേന്ത്യയിലെ ദൈവബന്ധികൾക്ക് പോലും പങ്കുള്ള തട്ടിപ്പ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതെന്താ തട്ടിപ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയീനാണ് എന്ന് പറഞ്ഞതൊന്നും അത്ര ഖത്ഈയായ വിഷയം അല്ല. ദൈവബന്ധികളുടെ വിഷയം ഞാൻ നാളെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ തെളിവ്. വളരെ പ്രയാസമുള്ള, വളരെ കെട്ടിക്കുടുങ്ങിയ, ഞാനിത് കുറെ കാലങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിലുള്ള ഇമാം ഗസാലിയുടെ ഈ വിഷയം വരുന്നതിന്റെ മുന്നേ, ഈ വിഷയമൊക്കെ വരുന്നതിന്റെ മുന്നേ, ഞാൻ കളവ് പറയല്ല, എന്റെ കയ്യിൽ കിതാബ് കുടിച്ചിട്ടപ്പോ ഞാൻ സംസാരിക്കുന്നത്. അൽ ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദ് എന്ന കിതാബ് വളരെ മുന്നേ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽപ്പെട്ട ഇബാറത്ത്. എന്നിട്ട് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ചുവന്ന മഷിയുടെ പേന കൊണ്ട് അടയാളപ്പെടുത്തിയ ഇബാറത്തിന്റെ മുകളിലൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. 5-8 വരികളുടെ മുകളിൽ ചുവന്ന മഷി കൊണ്ട് ഹൈലൈറ്റ് ചെയ്തു കൊടുത്തു വെച്ച ഇബാറത്ത് എന്നെ വളരെയധികം ആശങ്കയിലാക്കിയിരുന്ന ഇബാറത്ത്. എന്താണ് ഇബാറത്തിലുള്ളത്? നമ്മളത് പബ്ലിക് പറഞ്ഞിട്ടില്ലായിരുന്നു. പബ്ലിക്കിന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്കാരുണ്ടാകും. ദൈവബന്ധികളുടെ ആശയം ഇമാം ഗസാലി പറയാണ്. ഇമാം ഗസാലി തന്റെ അൽ ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദിന്റെ ഏറ്റവും അവസാനത്തിൽ, കിതാബ് കയ്യിലുള്ള ആളുകളുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ പേജിന്റെ തൊട്ട് മുമ്പുള്ള പേജിൽ പറയുന്ന ഇബാറത്തിന്റെ ടോട്ടൽ അത് നമ്മുടെ എന്താക്കി തരാം, കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം. അത് നിങ്ങൾക്ക് വായിക്കേണ്ട ആളുകൾക്ക് വായിക്കാം, പിന്നെ പകർത്തേണ്ട ആളുകൾക്ക് പകർത്തും ചെയ്യാം. പിന്നെ റെക്കോർഡ് ചെയ്യാൻ പിന്നെ നിങ്ങൾ ഏതായാലും റെക്കോർഡ് ചെയ്യല്ലോ ഇൻഷാ അല്ലാഹ്. ഞാനത് അപ്പൊ തന്നെ പേസ്റ്റ് ചെയ്ത് തരാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ് എന്ന കിതാബിൽ പറഞ്ഞ ആശയം വളരെ അപകടകരമായ ആശയം. ഇത് പിടിച്ചിട്ട് ദൈവബന്ധികൾ അത് ഞങ്ങൾ ആശയമൊന്നും അല്ല, അത് ഗസാലി ഇമാമിന് എന്താ സംഭവിച്ചെന്നറിയില്ല. ഇപ്പൊ കേൾക്കണ്ട? DC ആയി പോയതാണോ അതല്ല പിന്നെ ബൗൺസിങ്ങോ അല്ലെങ്കിൽ റോങ് ആയിട്ട് ആരെങ്കിലും ബൗൺസിങ് പോയതാണെന്നും അറിയില്ല. ആ മൈക്ക് പോയതാണ്. ഓക്കെ, ഞാൻ ആശയം ഇവിടെ ടൈപ്പ് ചെയ്ത് തരാം. പിന്നെയും DC ആയി. രണ്ടാമത് പോകുന്നില്ലേ? ഒരു സാധനം ഞാനിവിടെ പേസ്റ്റ് ചെയ്തിരുന്നു, അത് വന്നിട്ടുണ്ടോ? ഒരു സാധനം പേസ്റ്റ് ചെയ്തിരുന്നത് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്നാൽ ആ പേസ്റ്റിങ്ങിന്റെ കുഴപ്പം, ആ പേസ്റ്റ് ചെയ്യുമ്പോഴാണ് DC ആവുന്നത്.
ആ സാധനം പേസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഉണ്ടാവുന്നത് DC ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി നിർവാഹമല്ല, ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ഞാൻ വായിച്ചു തരാം, റെക്കോർഡിൽ അത് കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പിന്നെ കിതാബിന്റെ അൽ-ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദിന്റെ അവസാനത്തിൽ പറഞ്ഞ ഉദ്ധരണി, ആ ടെക്സ്റ്റ് കൂടുതലുണ്ട്. ടെക്സ്റ്റ് കൂടുതൽ മുറിച്ചടിച്ചാൽ മതിയോ? ടെക്സ്റ്റ് എന്നാ അങ്ങനെ ചെയ്തു നോക്കട്ടെ, വെയിറ്റ് ചെയ്യും. കാരണം അത് ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരപ്പെടും. ഇതും കൂടെ ഞാൻ ഇപ്പൊ അല്പം കുറച്ചാണ് അടിക്കുന്നത്. ഇതും കൂടെ അടിക്കുന്ന സമയത്ത് പിന്നെ DC ആവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ പരിപാടി നോക്കും. ഓക്കെ 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 ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ DC ആയിട്ടില്ല. ഞാൻ വായിച്ചുതരാം. ഇമാം ഗസാലി തങ്ങള് അൽ-ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദിൽ കാണുന്ന, നമ്മളെ കയ്യിൽ ഇപ്പോഴുള്ള ഇഖ്തിസാദിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, നമ്മുടെ കയ്യിൽ ഇന്ന് നിലവിലുള്ള അച്ചടിക്കപ്പെട്ട അൽ-ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദിന്റെ കോപ്പിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ ഓതിക്കൊടുക്കുന്ന കിതാബാണിത് മനസ്സിലാക്കണം. നമ്മുടെ പള്ളി ദർസുകളിൽ പല സ്ഥലങ്ങളിലും ഓതിക്കൊടുക്കുന്ന കിതാബാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്താൻ. എത്രത്തോളം പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ തിരുമറി നടന്നിട്ടുണ്ട് എന്നതിന്റെ ഗൗരവം അല്ലാഹു തആല ഇന്നലെ ഞങ്ങൾക്ക് തന്ന ഒരു ഫത്ഹുൻ അളീമാണിത്. ഒരു വിഷയത്തിന്റെ പിന്നാലെ അങ്ങ് പോയപ്പം, അള്ളാന്റെ ദീന് ഖിദ്മത്ത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഷയത്തിന്റെ പിന്നാലെ പോയപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫതഹുകൾ, ഒരു ബർക്കത്ത് എന്ന് വേണമെങ്കിൽ ഇതിനെ കുറിച്ച് പറയാം. ഇമാം ഗസാലി പറയാണ്, ഈ ടൈപ്പ് ചെയ്യല്ലേ, കാലം ഗസാലിയും കുഫർ വരുന്നതിനെ കുറിച്ച് പറയാം. ഒരാളെ കാഫിറാക്കൽ എപ്പോൾ, ഒരാൾ എങ്ങനെയാ കാഫിറാകുക എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പറയാണ്. അല്ലാ യുസർരിഹ ബിതക്ദീബി വലാ യുകദ്ദിബ അയ്ളൻ അംറൻ മാലൂമൻ അലൽ ഖത്ഇ ബിതവാതുരി മിൻ ഉസൂലിദ്ദീൻ വലാകിൻ യുൻകിറു, മുൻകിർ എന്നുള്ളത് തെറ്റാണ്. യുൻകിറു കിതാബിൽ വന്നത് തെറ്റ് തന്നെയാണല്ലോ. വലാകിൻ യുൻകിറു മാ ഉലിമ സിഹ്ഹതുഹു ഇല്ലൽ ഇജ്മാഅ ഫഅമ്മ തവാതുറു ഫലാ യശ്ഹദു ലഹു കന്നല്ലാമി മസലൻ ഇത് അൻകറ. ഇതിപ്പോ അൽഹാസിൽ, ഈ പറഞ്ഞതിന്റെ അൽഹാസിൽ എന്താണെന്നറിയോ? ഈ പറഞ്ഞതിന്റെ അൽഹാസിൽ ഇജ്മാഇനെ നിഷേധിച്ചാൽ കാഫിറാകൂല, മുജ്മഉൻ അലൈഹിയായ ഒരു വിഷയത്തെ നിഷേധിച്ചാൽ കാഫിറാക്കാൻ വകുപ്പില്ല. എന്തുകൊണ്ട്? നവാമ് മുഅ്തസിലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നവാമ് മുജ്മഉൻ അലൈഹിയ കാര്യങ്ങളെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഇജ്മാ എന്ന് പറഞ്ഞ വിഷയം തന്നെ ഇല്ല. ഇജ്മാ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഇല്ല. ഇജ്മാ ഹുജ്ജത്തിന് പറ്റില്ല. നമ്മളെ ജമ്മുൽ ജവാഹിറൊക്കെ പറഞ്ഞില്ലേ, ഇജ്മാ ഹുജ്ജത്തിന് പറ്റില്ല എന്ന് ഫി അസ്ലി ഇജ്മാവിനെ ഇൻകാർ ചെയ്ത ആളാണ് നവാമ്. എന്നിട്ട് നവാമിനെ നമ്മൾ കാഫിറാക്കിയിട്ടില്ലല്ലോ. പിന്നെന്താ മുജ്മഉൻ അലൈഹിയായ മസ്അലയെ നിഷേധിക്കുന്നയാൾ കാഫിറാവുന്നു? ഇല്ല. അതാണ് ഗസാലി ഇമാം പറഞ്ഞ ഇതിന്റെ ആശയം. എന്നിട്ട് പറയാ ഇത് അൻകറ കൗനൽ ഇജ്മാഇ ഹുജ്ജത്തൻ ഖാതിയതൻ ഫി അസ്ലിഹി വഖാല ലൈസ യദുല്ലു അല ഇസ്തിഹാരത്തിൽ ഖത്ഇ അല അഹ്ലിൽ ഇജ്മാഇ ദലീലുൻ അഖ്ലിയുൻ ഖത്ഇയുൻ വലാ ശർഇയ്യുൻ മുതവാതിറുൻ ലാ യഹ്തമിലു തഅവീൽ ഫകുല്ലമാ തസ്തശ്ഹിദു ബിഹി മിനൽ അഖ്ബാരി വൽ ആയാതി ലഹു തഅവീലുൻ ബിസഅമിഹി വഹുവ ഫീ ഖൗലിഹി ഖാരിഖുൻ ലി ഇജ്മാഇ താബിഈൻ. ഇങ്ങനെ പറഞ്ഞിട്ട് പറയണേ. പിന്നെ ഫലായക്കാതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത സെന്റൻസ് തരാം. ഈ സെന്റൻസിൽ നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളതില്ല. എന്നിട്ട് അതിന്റെ ശേഷം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അൽ-ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദ് നമ്മുടെ കൈവശമുള്ള കോപ്പിയിലുള്ളത് എന്താ പിന്നെ പറയുന്നത്? പിന്നെ വഹുവ എന്നിട്ട് പറയാണ്, ഇതിനെ പറഞ്ഞില്ല, ഇതിൽ ഇഷ്കാരാത്തു കസീറത്തുൻ ഇങ്ങനെ പറഞ്ഞിട്ട് അൽ ഇഷ്കാരാത്ത് കസീർ. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഇജ്മാവിനെ നിഷേധിച്ച ആള് കാഫിറാകൂല എന്നാണ് ഗസാലി ഇമാം പറഞ്ഞത്. അതാണല്ലോ സത്യവും. എന്നിട്ട് പറയാണ്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതിൽ ഇഷ്കാരാത്തു കസീറത്തുൻ, ഒരുപാട് സംശയങ്ങൾ വരും. ഫീ വജ്ഹി കൗനിൽ ഇജ്മാഇ ഹുജ്ജത്തൻ ഫയകാദു യകൂനു ദാലിക കൽ മുമഹിദി ലിൽ ഉദ്രി വലാകിൻ. എന്നിട്ട് പറയാ വലാകിൻ ലൗ ഫുതിഹ ഹാദൽ ബാബു ഇൻജറ ഇലാ ഉമൂരിൻ ശരീഅത്തിൻ, ഈ വാതിൽ നമ്മൾ തുറന്നു കൊടുത്താൽ ഉത്തരം ഭയങ്കര വഷളത്തരം വരും എന്ന് പറഞ്ഞിട്ട് ആ വഷളത്തരം എന്താ ഇമാം ഗസാലി പറയാ? വഹുവ അന്ന ഖായിലൻ ലൗ ഖാൽ, ഒരാൾ പറയുകയാണെങ്കിൽ യജൂസു അൻ യുബഅസ റസൂലുൻ ബഅദ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു പ്രവാചകൻ വരൽ ജായിസാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ ഫയബുദു തവഖുഫു ഫീ തക്ഫീരിഹി, അവനെ കാഫിറാക്കാൻ പറ്റൂല. ഈ ഇബാറത്തിൽ പശകുണ്ട്. ഫയബുദു തവഖുഫു ഫീ തക്ഫീരിഹി എന്നുള്ള ഇബാറത്തിൽ പശകുണ്ട്. പിന്നെ
സ്വഹീഹായ ഇബാറത്ത് വരേണ്ടത് ഫയബൂദു തക്ഫീറുഹുന. എന്താ ഈ ഉസാമാർക്ക് തിരിയില്ലേ? എന്താ യബൂദു തവഖുഫു ഫി തക്ഫീരിഹിന? എന്താ ഇതിന്റെ മാന? അതിന് മാനല്ല. അപ്പൊ ഈ ഇബാറത്ത് മൊത്തം മദ്സൂസാണ്. ദസ് ചെയ്യുന്ന ആൾക്ക് തിരിയണ്ടേ? എങ്ങനെ ദസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞില്ലേ? കള്ളനായാ പോരാ, കളവ് അടക്കാൻ പഠിക്കണമെന്ന്. അത് അടക്കാൻ പഠിക്കാത്ത ആളാണ് ഇതിൽ ദസ് ചെയ്തത്. യഥാർത്ഥത്തിൽ ദസ് ചെയ്ത ആൾ അങ്ങനെ പറയേണ്ടിയിരുന്നു, ഫയബൂദു തക്ഫീറുഹു, അങ്ങനെ പറഞ്ഞയാളെ കാഫിറാക്കാൻ വകുപ്പില്ല എന്ന് അങ്ങനെ പറയേണ്ടിയിരുന്നു. അല്ല ഫയബൂദു തവഖുഫു ഫി തക്ഫീരി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച മാന വരുന്നത്. തിരിയുന്നുണ്ടോ? എന്നിട്ട് ബാക്കി പറയാം. എന്തുകൊണ്ട്? വമുസ്തനദു ഇസ്തിഹാലത്തി ദാലിക ഇൻദൽ ബഹസി, പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നബി വരൽ മുഹാലാണ് എന്നതിന്റെ തെളിവ്. വമുസ്തനദു ഇസ്തിഹാലത്തി ദാലിക, പ്രവാചകരുടെ ശേഷം വേറൊരു പ്രവാചകർ വരിക എന്നത് മുഹാലാണ് എന്നതിന്റെ തെളിവ് തുസ്തമദ്ദു മിനൽ ഇജ്മാഇ, ആ തെളിവ് ഇജ്മാ ആകുന്നു. അഥവാ റസൂലുള്ളാഹിന്റെ ശേഷം വേറെ നബി ഇല്ല എന്നത് ഇജ്മാ ആകുന്നു. തുസ്തമദ്ദു മിനൽ ഇജ്മാ ഇലാ മഹാല, അത് ഇജ്മാ ആണ് എന്ന വിഷയത്തിൽ സംശയമില്ലല്ലോ. എന്തുകൊണ്ട്? ഫഇന്നൽ അഖ്ല ലാ യുഹീലുഹു, അത് മുഹാലാണ് എന്ന് ബുദ്ധി പറയില്ല. അഖ്ലിയായ മുഹാലല്ല, പിന്നെ അത് ഇജ്മായിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ അൽഹാസിൽ എന്തായി? നേരത്തെ എന്തേ പറഞ്ഞ ഗസാലി ഇമാമ്? ഇജ്മാനെ നിഷേധിച്ചവൻ കാഫിറാകൂല, അല്ലേ? തിരിയുന്നില്ല പറയുന്നത്? ഇജ്മാനെ നിഷേധിച്ചവൻ കാഫിറാകൂല എന്ന് നേരത്തെ പറഞ്ഞു. രണ്ടാമത് ഇവിടെ പറയുന്നു അവസാനത്തെ പ്രവാചകന്റെ ശേഷം വേറൊരു പ്രവാചകൻ വരാൻ പാടില്ല എന്നത് ഇജ്മാ ആകുന്നു. അതും കൂടി പറഞ്ഞപ്പോ നതീജ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം വേറൊരു പ്രവാചകൻ വരൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ഇജ്മാനെ നിഷേധിച്ചു എന്നായി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനല്ലേ വന്നത്? നിങ്ങൾക്ക് തിരിയുന്നില്ല പറയുന്നത്? റസൂലുള്ളാഹിന്റെ ശേഷം ഒരു പ്രവാചകൻ വരൽ അനുവദനീയമാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഇജ്മാനെ നിഷേധിച്ചു എന്നല്ലേ ഇപ്പൊ വന്നത്? അല്ലേ? അതെ. എന്ന് പറഞ്ഞ ഓൻ കാഫിറാവൂല എന്നല്ലേ വന്നത്? ഓൻ കാഫിറാവൂല എന്നാ വന്നത്. എന്നാൽ മുസ്ലിമീങ്ങളെ മദ്ഹബോ? എന്താ? റസൂലുള്ളാഹിന്റെ ശേഷം വേറൊരു പ്രവാചകൻ വരൽ അനുവദനീയം എന്ന് പറഞ്ഞാൽ ഔട്ടായില്ലേ? ഔട്ടായി. അപ്പോ ഒരു കാഫിറായ മനുഷ്യനെ കുറിച്ച്, കുഫുറിനെ കുറിച്ച് കുഫുറല്ല എന്ന് ഇമാം ഗസാലി പറഞ്ഞു. ഇതല്ലേ ഇപ്പോൾ വന്നത്? കുഫുറിനെ കുറിച്ച് കുഫുറല്ല. എങ്ങനെയുണ്ട്? കുഫുറിനെ കുറിച്ച് കുഫുറല്ല എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി എന്തായി? അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതാണ് അൽ ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദിലെ ഇന്ന് നമ്മുടെ കൈവശമുള്ള കോപ്പിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കോപ്പി വെച്ചിട്ട്, ഈ കോപ്പി നമ്മളെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മളെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഈ കോപ്പി നമ്മളെ കയ്യിൽ മാത്രമല്ല ഉള്ളത്. ഈ കോപ്പി നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ പല ഇമാമിയങ്ങളുടെയും കയ്യിലുണ്ടായിരുന്നു. അപ്പൊ എന്തു ചെയ്യും ഇമാമിയങ്ങള്? സുബ്ഹാനല്ലാഹ്, അവര് പറഞ്ഞു, അവരുടെ കയ്യിൽ കിട്ടിയ കോപ്പിക്കനുസരിച്ച് പറഞ്ഞു. ഞാനത് അതും കൂടെ ടൈപ്പ് ചെയ്യാം. ഇമാം ഖുർത്തുബി റഹിമഹുള്ളയുടെ തഫ്സീറില് അവിടുന്ന് ഉദ്ധരിച്ചു. ഖുർത്തുബി പറയാണ്, ഖുർത്തുബി ഉദ്ധരിച്ച കൂട്ടത്തിലുള്ള ഒരു നക്കിൽ ഞാൻ ഇവിടെ വളരെ ഷോർട്ടായിട്ട് ഇവിടെ അടിക്കണം. എല്ലാം കൂടി ഇപ്പോൾ അടിച്ചാല് DC ആയി പോകും. ഖുർത്തുബിയുടെ നക്കിലുള്ളതാണ് ഞാൻ ഇപ്പോൾ അടിച്ചത്. കാലബിനു അത്തിയ്യ എന്ന് പറഞ്ഞാൽ വലിയ മുഫസ്സിറാണ്. ഇബ്നു അത്തിയ്യയുടെ തഫ്സീർ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തഫ്സീറാണ്. ഇബ്നു അത്തിയ്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഖുർത്തുബി പറയാ. എന്താ ഇബ്നു അത്തിയ്യ പറയുന്നത്? ഹാദിഹിൽ അൽഫാളു ഇന്ദ ജമാഅത്തി ഉലമാഇൽ ഉമ്മത്തി ഖലഫൻ വസലഫൻ മുതലഖാതുൻ അലൽ ഉമൂമി താമ്മി. ഹാദിഹിൽ അൽഫാളു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം നബി വരില്ല എന്ന് സൂചിപ്പിക്കുന്ന ലഫ്ലുകൾ. അഥവാ ലാ നബിയ്യ ബാദി ഖാതമുൻ നബിയീൻ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ ഖാതമുൻ നബിയീൻ എന്ന ഖുർആനിന്റെ പദവും ലാ നബിയ്യ ബാദി എന്ന ഹദീസിലുള്ള പദവും അനൽ ആഖിബു എന്ന ഹദീസിലുള്ള പദവും അതുപോലെയുള്ള പദങ്ങൾ ഹാദിഹിൽ അൽഫാളു ഇന്ദ ജമാഅത്തി ഉലമാഇൽ ഉമ്മ സമൂഹത്തിലെ ആലിമീങ്ങളുടെ അടുക്കൽ ഖലഫൻ വസലഫൻ മുതലഖാതുൻ അലൽ ഉമൂമി താമ്മി. അത് ആമിന്റെ മേൽ ഹംല് ചെയ്യപ്പെട്ടതാണ്. അതിന് വേറെ വ്യാഖ്യാനങ്ങളില്ല. അതിനെ വേറൊരു അർത്ഥത്തിലേക്ക് തിരിച്ചു വിടില്ല. മുഖ്തവിയത്തുൻ നസ്സൻ അന്നഹു ലാ നബിയ്യ ബഅദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു അർത്ഥം അതിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം വേറൊരു പ്രവാചകൻ ഇല്ല എന്നതിന്റെ മേലിൽ നസ്സായി അറിയിക്കുന്നതാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇബ്നു അത്തിയ പറയാണ്, ഇതൊക്കെ ഖുർത്തുബിയിലുള്ളതാട്ടോ, എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇബ്നു അത്തിയെ തൊട്ട് ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നു. വമാ ദക്കറഹുൽ ഗസ്സാലിയു, അതിനുശേഷം വമാ ദക്കറഹുൽ ഗസ്സാലിയു ഫി ഹാദിഹിൽ ആയത്തി, കാണുന്നില്ലേ? വമാ ദക്കറഹുൽ ഗസ്സാലിയു, ഏതാപ്പ ഗസ്സാലി പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു കേൾപ്പിച്ച അൽ ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദിൽ നമ്മുടെ കൈവശമുള്ള കോപ്പി, ആ കോപ്പിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇബ്നു അത്തിയ പറയുന്നത്. വമാ ദക്കറഹുൽ ഗസ്സാലിയു ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ ഇമാം ഗസ്സാലി, ഈ ആയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഗസ്സാലി പറഞ്ഞത് വമാ വഹാദൽ മാന ഫീ കിതാബിഹി അല്ലദീ സമ്മാഹു ബിൽ ഇഖ്തിസാദ്, വഹാദൽ മാന, ഗസ്സാലി പറഞ്ഞ ആ അർത്ഥം എവിടെയാണുള്ളത്? ഗസ്സാലിയുടെ അൽ ഇഖ്തിസാദ് എന്ന് പേരുള്ള കിതാബിൽ. ആ പറഞ്ഞത് ഇൽഹാദുൻ ഇന്ദി, കേട്ടോ? ഇമാം ഗസ്സാലിയെ പറഞ്ഞത് എന്താകുന്നു? ഇൽഹാദുൻ ഇന്ദി. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരണം. ഗസ്സാലി ഇമാം ആ പറഞ്ഞത് ഇൽഹാദ് ആകുന്നു, കുഫ്റാകുന്നു. വതതറുഖുൻ ഖബീസുൻ, വതതറുഖുൻ ഖബീസുൻ ഇലാ തശ്വീശി അഖീദത്തിൽ മുസ്ലിമീൻ. ഇത് ദൈവബന്ധികൾക്കുള്ള മറുപടിയാണ്, ഇത് ഗസ്സാലി ഇമാമിനുള്ള മറുപടിയല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഗസ്സാലിയാ ചെയ്തത്, ഗസ്സാലി പറഞ്ഞു കയറിയത്. തതറുഖ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കയറുക എന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തിൽ? പറഞ്ഞറിയില്ലേ? പറഞ്ഞ് എന്ത് പിന്നെ ഗീർവാണ പ്രസംഗം എന്നൊക്കെ പറയില്ലേ, ഗിരിപ്രഭാഷണം, അതിനാ തതറുഖ് എന്ന് പറയാം. ഇസ്തറക്ക, പറഞ്ഞു എത്തിപ്പെടുക. ഗസ്സാലി ഇങ്ങനെ നീട്ടിപ്രസംഗിച്ചിട്ട് ആ നീട്ടിപ്രസംഗം തതറുഖുൻ ഖബീസ്, അത് വളരെ ചീത്ത പ്രസംഗമായി പോയി, വെറുതെ വായാടിത്തരം നടത്തിയതായി പോയി എന്ന ശൈലിയിൽ. وتطرق خبيث إلى تشويش عقيدة المسلمين في ختم محمد صلى الله عليه وسلم فالحذر الحذر منه والله الهادي برحمته. ഇത് ഞാൻ അന്ന് കണ്ടിട്ടില്ല, ഇത് ഇന്നലെ കണ്ടതാ. ഗസ്സാലി ഇമാമിന്റെ ഇഖ്തിസാദ് നമ്മൾ നേരത്തെ കണ്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കണ്ടിട്ടുണ്ട്. നേരത്തെ നമുക്ക് മനസ്സിൽ കടിയുണ്ടായിരുന്നു. എന്താണ് റബ്ബെ ഗസ്സാലി ഇമാമി പറഞ്ഞത്? ദൈവബന്ധികൾ പറഞ്ഞ മാതിരി തന്നെയാണല്ലോ, ദൈവബന്ധികൾ പറഞ്ഞു തന്നെയാണല്ലേ ഗസ്സാലി ഇമാമി പറഞ്ഞത്. അപകടം തന്നെയല്ലേ, ഭയങ്കര അപകടം. നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹു തആല ഫതഹാക്കി തന്നത് ഞാൻ കാണിച്ചു തരാം. മഹാനായ പിന്നെ ബുർഹാനുദ്ദീനുൽ ബിഖായി റഹിമഹുല്ലാ തന്റെ നഗ്മുദ്ദുറർ ഫി തനാസുബി അൽ ആയാത്തി വസ്സുവർ എന്ന കിതാബ്. നഗ്മുദ്ദുറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട തഫ്സീറിന്റെ കിതാബാണ്. ഈ ബുർഹാനുദ്ദീനുൽ ബിഖായി എന്ന് പറഞ്ഞാൽ ഇമാം സുയൂത്തിയുടെ ഒക്കെ കാലക്കാരൻ, 885 വഫാത്തായ പണ്ഡിതനാണ്, മാറൂഫായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ നഗ്മുദ്ദുറർ ഫി തനാസുബിൽ ആയാത്തി വസ്സുവർ എന്ന തഫ്സീറിന്റെ കിതാബിലെ ഇബാറത്ത് ഞാൻ ഇത് അവിടെ ടൈപ്പ് ചെയ്യാം. വഖാലൽ ഗസ്സാലി റഹിമഹുല്ലാ, കിട്ടില്ലേ? നഗ്മുദ്ദുററിലെ ഇബാറത്ത്, ഇമാം ബുർഹാനുദ്ദീൻ ബിഖായിയുടെ ഇബാറത്ത്. വഖാലൽ ഗസ്സാലി റഹിമഹുല്ലാ ഫി ആഖിരി കിതാബിഹിൽ ഇഖ്തിസാദ്, ഇമാം ഗസ്സാലി തന്റെ അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു. നിങ്ങൾ നോക്കി, നേരത്തെ ടൈപ്പ് ചെയ്തതും ഇപ്പൊ ടൈപ്പ് ചെയ്തതും തമ്മിൽ വ്യത്യാസം കാണാൻ നോക്കി. ഇന്നൽ ഉമ്മത ഫഹിമത് മിൻ ഹാദൽ ലഫ്ളി, മുസ്ലിം സമൂഹം ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കി. വമിൻ ഖറാഇനി അഹ്വാലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗ ശൈലികളിൽ നിന്നും മനസ്സിലാക്കി. അന്നഹു അഫ്ഹമ അദമ നബിയിൻ ബഅദഹു അബദാ, തനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബി ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. വാദമ റസൂൽ, ഇതാര് പറയുന്നു? ഗസ്സാലി ഇമാം ഇഖ്തിസാദിൽ പറയുന്നു എന്ന് ബിഖായി പറയാണ്. ഇത് നമ്മുടെ ഇഖ്തിസാദിലില്ല, ഇത് നമ്മുടെ കൈവശത്തിലുള്ള ഇഖ്തിസാദിലില്ല. വാദമ റസൂലിൻ ബഅദഹു അബദാ, തനിക്ക് ശേഷം വേറെ നബി ഇല്ല എന്ന്, റസൂലില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വഅന്നഹു ലൈസ ഫീഹി തഅ്വീലുൻ വലാ തഖ്സീസ്, അതിൽ തഅ്വീലും തഖ്സീസും ഇല്ലേ ഇല്ല. വഖാല, ആര്? ഗസ്സാലി ഇമാം പറഞ്ഞു. അന്നമൻ അവ്വലഹു ബി തഖ്സീസിൻ നബിയീന, ആരെങ്കിലും നബിമാർ എന്നതിനെ ബി ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മി എന്ന് തഖ്സീസാക്കിയാൽ, വേറെ ഉലുൽ അസ്മീങ്ങളില്ല പക്ഷെ നബിമാർ പറയും വരാം, ഉലുൽ അസ്മി ഇല്ല എന്ന് ആരെങ്കിലും തഖ്സീസ് ആക്കിയാൽ, വനഹ്വി ഹാദാ, അങ്ങനെ അതുപോലത്തെ വ്യാഖ്യാനം വ്യാഖ്യാനിച്ചാൽ, ഫകലാമുഹു മിൻ അൻവാഇൽ ഹദയാൻ, ഫകലാമുഹു മിൻ അൻവാഇൽ ഹദയാൻ,
ഡോക്ടർ ജലീലായിരിക്കും റൈസാൻ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. ഞാനിത് മൈക്ക് വെക്കാണ്. ഈ യുദ്ധം ഇറ്റ ഇബാറത്ത് മാത്രം വായിച്ചിട്ട് അവന്റെ ആ സംസാരം ഭ്രാന്ത് ആകുന്നു. ആരത് പറയുന്നത്? ഗസാലി ഇമാം അത് പറയുന്നത്. ലാ യംനഉൽ ഹുക്മ ബിതക്ഫീരിഹി, ലാ യംനഉൽ ഹുക്മ ബിതക്ഫീരിഹി, അവൻ കാഫിറാണ് എന്നതിനെ തടയുന്ന ഒരു വിഷയം അവിടെ ഇല്ല. അവൻ കാഫിറാണ്, അവൻ കാഫിറാണ് അത് പറയലോടുകൂടെ ലിഅന്നഹു മുകദ്ദിബുൻ ബിഹാദൻ നസ്സ് അല്ലദി അജ്മഅൽ ഉമ്മത്തു അലാ അന്നഹു ഗൈറു മുഅവ്വൽ വലാ മഖ്സൂസ്. തിരിഞ്ഞല്ലോ, ഇതിപ്പോ ഞാൻ അർത്ഥം വെക്കണ്ടല്ലോ. അതിന്റെ ശേഷം പറയുന്നത് നോക്കി, അതിന്റെ ശേഷം പറയുന്നത് ആരാ? ഹാദാ കലാമുഹു, ഇത് ഇമാം ബിഖായിയുടെ കലാമാണ്. ബുർഹാനുദ്ദീനുൽ ബിഖായിയുടെ കലാം എന്തായിരുന്നത്? ഹാദാ കലാമുഹു ഫീ കിതാബിൽ ഇഖ്തിസാദ്. ഇതാണ് ഇമാം ഗസാലി പറഞ്ഞിട്ടുള്ളത്. നഖൽതുഹു മിൻഹു ബിഗൈരി വാസിതത്തിൻ വലാ തഖ്ലീദ്. ഇതാണ് കിതാബ് ഓതുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്. നഖൽതുഹു മിൻഹു, ഞാൻ ഈ ഉദ്ധരണിയെ കോട്ട് ചെയ്തു, ഞാൻ ഈ ഉദ്ധരണിയെ കോട്ട് ചെയ്തത് മിൻ ഗൈരി വാസിതത്തിൻ വലാ തഖ്ലീദ്, ഒരാളെയും അനുകരിക്കാതെ, ഒരാളെയും ഞാൻ മൈക്ക് വെക്കണം, ഒരാളെയും അനുകരിക്കാതെ ഞാൻ നേരിട്ട് ഗസാലി ഇമാമിന്റെ അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദിൽ നിന്ന് കോട്ട് ചെയ്തതാണ്. ഫഇയ്യാക അൻ തുസ്ഗിയ ഇലാ മൻ നഖല അൻഹു ഗൈറ ഹാദാ ഫഇന്നഹു തഹരീഫുൻ യതഹാശ ഔ യുഹാശ ഹുജ്ജത്തുൽ ഇസ്ലാം. ഗസാലി ഇമാം ഒരിക്കലും പറയാൻ വകുപ്പില്ലാത്ത സെന്റൻസ് ആണ് ആ കോപ്പിയിലുള്ളത്. അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് റെക്കോർഡായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അല്ലാത്ത ആളുകൾ ഈ ഇബാറത്തുകൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി മറ്റൊരു സെഷനിൽ നമുക്ക് സംസാരിക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നീട്ടിപ്പോയെങ്കിൽ ഡോക്ടർ ജലീൽ സാറിനോട് വളരെ അങ്ങേയറ്റത്തെ ക്ഷമാപണം നടത്തി ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.